മാസ്റ്റർ കെ അക്കാദമിയുടെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ബുക്കും നോട്ടൊക്കെ ആയിട്ട് ബുക്കും പേനയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസ്കി പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പൊ ഈ ഒരു റീസെന്റ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് വളരെ അധികമാണ് അല്ലെ? വളരെ അധികമാണ്. കാരണം ഒന്ന് കല്യാണം കഴിക്കുന്നതൊക്കെ 30 വയസ്സിന് മുകളിലായിട്ടാണ് മിക്കവരും അല്ലെ. പിന്നെ അത് മാത്രല്ല ഒരുപാട് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നു. പിന്നെ മിക്കവരും വേദനയെ പേടിച്ചിട്ട് നോർമൽ ഡെലിവറിയെ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സിസേറിയൻ സെക്ഷൻ പറയുന്നു. അപ്പൊ രണ്ടാമത്തത് ഹൈ റിസ്ക് ആയി അല്ലെ, രണ്ടാമത്തെ പ്രഗ്നൻസി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇപ്പൊ പിന്നെ അത് മാത്രല്ല, ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഒരുപാട് ഒരു പ്രഗ്നന്റ് വുമണിലെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ജസ്റ്റേഷൻ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെ എന്തിലേക്ക് കാരണമാകുന്നു? ഹൈ റിസ്ക് പ്രഗ്നൻസീസിൽ കാരണമാകുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, നോർമലി ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് വരുന്നത് ഒരു 30 വയസ്സിന് മേളിലുള്ള പ്രഗ്നൻസികളിലൊക്കെയാണ് അല്ലെ. ദ ടിപ്പിക്കൽ ഏജ് ഓഫ് വുമൺ ഹു fall under high risk of pregnancy are 30 to 38 years അല്ലെ. 30-38 വയസ്സിനും ഇടയിലുള്ള പ്രഗ്നൻസിനെയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത്. അതായത് 38 വയസ്സിന് ശേഷം പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അതും ഹൈ റിസ്ക് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ 38 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഉണ്ടാവില്ല എന്നുള്ളൊരു കണക്കില്, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിന് ശേഷമുള്ള ഏതൊരു പ്രഗ്നൻസി അല്ലെ, പ്രഗ്നൻസി എബോവ് എത്ര ഇയേഴ്സ് ആണ്, 30 വയസ്സിന് ശേഷമുള്ള ഏതൊരു പ്രഗ്നൻസീസും എന്താണ്? ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ്. അപ്പൊ ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസീസിന് എന്താണ് കാരണമാവെന്ന് നോക്കാം. കോസസ് ഹൈപ്പർ ടെൻഷൻ അല്ലെ. ആൻഡ് ദെൻ ഈ ഹൈപ്പർ ടെൻഷൻ പിന്നെ പ്രീ എക്ലാംഷ്യ ആയ അല്ലെ, ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംഷ്യ, ഡയബറ്റീസ്, റിക്കറന്റ് പ്രഗ്നൻസി ലോസ് അല്ലെങ്കിൽ റിക്കറന്റ് അബോർഷൻസ്, ലേറ്റ് പ്രഗ്നൻസി, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി, ഒബേസിറ്റി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പൊ എന്തൊക്കെയാണ് ഒരു പ്രഗ്നൻസിനെ റിസ്കി ആക്കുന്നത്? എന്തൊക്കെയാണ്? ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, റിക്കറന്റ് പ്രഗ്നൻസി ലോസ് ഓർ റിക്കറന്റ് അബോർഷൻസ്, ലേറ്റ് പ്രഗ്നൻസി, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി, ഒബേസിറ്റി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രഗ്നൻസിനെ എന്താക്കുന്നത്? അബ്നോർമൽ ആക്കുന്നത്. ഓക്കെ, high risk factors of pregnancy and their management at an antenatal clinic അല്ലെ. എന്തൊക്കെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതിനൊക്കെ എങ്ങനെയൊക്കെ നമുക്കൊരു ആന്റിനേറ്റൽ ക്ലിനിക്കില് അല്ലെങ്കിൽ ആന്റിനേറ്റൽ വിസിറ്റില് നമുക്ക് മാനേജ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിനിമം ഒരു 4 ആന്റിനേറ്റൽ വിസിറ്റ് എങ്കിലും വേണം അല്ലെ, മിനിമം. പക്ഷേ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്, അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ 4 കൂടുതൽ എന്ത് വരും? ആന്റിനാറ്റൽ വിസിറ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ പറയും ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. കോംപ്ലിക്കേഷൻസ് ക്യാൻ ഒക്കർ ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് അഫക്ട് ദ ഹെൽത്ത് ആൻഡ് സർവൈവൽ ഓഫ് ദി മദർ ആൻഡ് ദ ഫീറ്റസ് അല്ലെ. അതായത് ഈ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസീസ് കൊണ്ട് ചുമ്മാ ഹൈ റിസ്കിൽ ഇരിക്കുകയാണോ? കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ സർവൈവലിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. ആൻഡ് ദെൻ എവറി പ്രഗ്നന്റ് വുമൺ മസ്റ്റ് റിസീവ് ആർ പ്ലേസ്ഡ് ഫോർ ചെക്കപ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി അല്ലെ. ഒരു പ്രഗ്നൻസി എടുത്ത ഫസ്റ്റ് ട്രൈമസ്റ്റർ തുടങ്ങി ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 ചെക്കപ്സ് എങ്കിലും ഒരു പ്രഗ്നന്റ് വുമന് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, രജിസ്ട്രേഷൻ ആൻഡ് ഫസ്റ്റ് ചെക്കപ്പ് വിത്തിൻ 12 വീക്സ്. ആദ്യത്തെ ചെക്കപ്പ് എപ്പോഴാണ്? ആദ്യത്തെ 12 ആഴ്ചക്കുള്ളില്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് 14-നും 26-നും ഇടയില്. പിന്നെ തേർഡ് വൺ വരുന്നത് 28-നും 32-നും ഇടയില്. ആൻഡ് ഫോർത്ത് വൺ വരുന്നത് 36-നും 40-നും ഇടയില്. ഓക്കെ, and then proper history should be elicited and complete general physical, systemic and abdominal examinations performed during each antenatal visit.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വിസിറ്റിന് ഒരു നമ്മള് OP-ലൊക്കെ കാണാൻ പോകുമ്പോ എന്താ നമ്മളുടെ ഹിസ്റ്ററി എടുക്കാറുണ്ട് അല്ലെ. ഒരു നമുക്കൊരു ഫോം പൂരിപ്പിക്കാൻ തരാറുണ്ട്. ആ ഫോമിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ത് ഫാമിലിയിൽ നിന്നുള്ള മാരേജ് ആണോ, എന്തെങ്കിലും രോഗങ്ങളുണ്ടോ അല്ലെ, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ആദ്യത്തെ കുട്ടി നോർമൽ ആയിരുന്നോ, എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം ഇതെന്ന് പറയണത് നമുക്ക് ഇപ്പോഴുള്ള ഈ ഒരു പ്രഗ്നൻസിയിൽ അല്ലെ, നമ്മള് ഈ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് പോകുവോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവോ, അത് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹിസ്റ്ററികൾ എടുക്കുന്നത്. കൂടാതെ നമ്മുടെ BP ചെക്ക് ചെയ്യും, അല്ലെ, നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, പിന്നെ നമ്മുടെ ആ ഒരു ജനറൽ ഫിസിക്, അതായത് നമുക്ക് ഒരുപാട് ക്ഷീണിച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിതയാണോ അല്ലെ, ഫെറ്റീക്ക് ആണോ എന്നൊക്കെ നോക്കും. ആൻഡ് ദെൻ ഒരു 35 ആഴ്ചയ്ക്ക് ശേഷം അബ്ഡോമിനൽ പാൽപേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. അബ്ഡോമിനൽ പാൽപേഷൻ നിങ്ങൾ എല്ലാവരും അബ്ഡോമിനൽ പാൽപേഷൻ ചെയ്തവരായിരിക്കും. 35 ആഴ്ചയ്ക്ക് ശേഷം ചെയ്താൽ മതി, കാരണം അതിന് ബിഫോർ എന്തായാലും ഫീറ്റൽ പാർട്സ് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ 35 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അബ്ഡോമിനൽ പാൽപേഷൻ ഒക്കെ ചെയ്ത് നോക്കും. ഹൈ റിസ്ക് കണ്ടീഷൻസ് ഓഫ് പ്രഗ്നൻസി നോട്ട് ടു ബി മിസ്ഡ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹൈ റിസ്ക് കണ്ടീഷൻസ് ആണ്. ഇത് ഒരിക്കലും നമ്മളൊരു പ്രഗ്നന്റ് വുമനിൽ കാണാതെ പോരുത്. അതെന്തൊക്കെയാന്ന് ഒന്ന് എഴുതി വെച്ചേക്കണേ. സിവിയർ അനീമിയ. അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HB <7 mg/dl പോവും അല്ലെ. HB <7 mg/dl. അത് <7 mg/dl പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ഓർത്ത് നോക്കി എത്രത്തോളം അതൊരു ഇതാണെന്ന്. കാരണം ഒരു അമ്മേന്റെ ഹെൽത്ത് മര്യാദയ്ക്ക് അസസ് ചെയ്യാതെ, HB മര്യാദയ്ക്ക് എടുക്കാതെ, അവർക്ക് വേണ്ട അല്ലെ ഫോളിക് ആസിഡ് ആണെങ്കിലും അയൺ സപ്ലിമെന്റ് ആണെങ്കിലും അവിടെ ഒന്നും മര്യാദയ്ക്ക് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു അനീമിയയിലേക്ക് പോകുകയും ആ അനീമിയ അമ്മേനെ മാത്രല്ല അല്ലെ കുഞ്ഞിന്റെ ഹെൽത്തിനെയും സർവൈവലിനെയും ബാധിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. അപ്പൊ സിവിയർ അനീമിയ, pregnancy induced hypertension and preeclampsia അല്ലെ, and preeclamptic toxemia, syphilis, HIV positive, gestational diabetes mellitus, hypothyroidism, യങ് പ്രൈമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ കലിപ്പനും കാന്താരിയും സെറ്റപ്പ്, അതായത് നേരത്തെ കുട്ടിയെ ഒളിച്ചോടി പോയി ഒരു ബോധമില്ലാണ്ട്. അപ്പോ യങ് പ്രൈമി ലെസ് ദാൻ 20 ഇയേഴ്സ് ഓർ എൽഡർലി ഗ്രാവിഡ അല്ലെ, അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി അല്ലെ, ഇച്ചിരിയും കൂടി പ്രായമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 35 വയസ്സ് പ്രായമൊന്നുമല്ല എങ്കിലും ഒരു 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസീസാ. ഓക്കെ. ആൻഡ് ദെൻ മാൽ പ്രസന്റേഷൻസ് അല്ലെ, ട്വിൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, പ്രീവിയസ് LSES, ലോ ലൈങ് പ്ലസന്റ അല്ലെങ്കിൽ പ്ലാസന്റ പ്രിവ്യ, പോസിറ്റീവ് ബാഡ് ഒബ്സ്ട്രക്ട് ഹിസ്റ്ററി അല്ലെ, എന്തെങ്കിലും ഒരു ബാഡ് ഒബ്സ്ട്രക്ട് ഹിസ്റ്ററി ആണ് അവരുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഷീബർത്തിന്റെ ഹിസ്റ്ററി ഉണ്ട്, അബോർഷന്റെ ഹിസ്റ്ററി ഉണ്ട്, കൺജനിറ്റൽ മാൽഫോർമേഷന്റെ ഹിസ്റ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലാബറോ പ്രീമച്ചുർ ബർത്തോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാഡ് ഒബ്സ്ട്രക്റ്റിക്കൽ ഹിസ്റ്ററി ആണ്. ആൻഡ് ദെൻ RH നെഗറ്റീവ് അല്ലെ, റിസ്യൂസ് ഫാക്ടർ നെഗറ്റീവ് ആണ്, അമ്മ നെഗറ്റീവും കൊച്ച് പോസിറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ കൊച്ച് പോസിറ്റീവും അമ്മനെ പോസിറ്റീവും കൊച്ച് നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ എന്താ ഒരു റിസ്യൂസ് അല്ലെ ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഒരു ആന്റിബോഡി ഉണ്ടാവുകയാണ് അടുത്ത കുട്ടീനെ ആന്റിബോഡി ആയിട്ട് ഇത് നിങ്ങൾക്ക് അറിയാലോ. ഈ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരം ഡിറ്റക്ട് ചെയ്യില്ല ഈ കുട്ടി നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഈ കുട്ടി ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, എന്റെ അല്ല ഇത് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആണെന്ന് ആ പ്രഗ്നൻസിയുടെ ടൈമിൽ ഇവര് ഡിറ്റക്ട് ചെയ്യില്ല, നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്യില്ല. പക്ഷെ അറ്റ് ദ ബർത്ത് അല്ലെ, ബർത്തിന്റെ സമയത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് കൂടി കലരുന്നത്, ആ കലരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഡിറ്റക്ട് ചെയ്യുന്നു, ഓ ഇവൻ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇവള് നെഗറ്റീവ് ആണ്, ഇവളെ ഇങ്ങനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം. പക്ഷെ കുട്ടി പുറത്ത് വന്നായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും അടുത്ത കുട്ടി വരുമ്പോൾ മീൻസ് ഈ കുട്ടീനെ എതിർക്കാനുള്ള സകല സന്നാഹങ്ങളും ശരീരത്തിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടി പുറത്തെത്തി, ആ കുട്ടി സർവൈവ് ചെയ്തു അല്ലെ.
ശരീരത്തില് ഈ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നിട്ടുള്ള ഇത് ആ ഒരു കുട്ടിനെ എതിർക്കാനുള്ള കാര്യങ്ങളെല്ലാം ശരീരത്തിലുണ്ട്. അടുത്ത അമ്മ വീണ്ടും കൺസീവ് ആവുന്നു, അതും ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തുണ്ടാവുന്നു? നേരെ പ്രഗ്നൻസി അബോർഷൻ ആവുന്നു. കാരണം എന്താ? നമ്മുടെ ശരീരം തന്നെ പ്രഗ്നൻസിനെ അബോർട്ട് ചെയ്ത് കളയും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷന്റെ ഫലമായിട്ട്, റെസ്യൂസ് ഫാക്ടറിന്റെ ഫലമായിട്ട്. കാരണം എന്താ? കുട്ടിയുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ആണെന്ന് ഡിറ്റക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു RH നെഗറ്റീവ് ഉള്ള RH ഫാക്ടർ അല്ലെങ്കിൽ RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മദർ ആണെങ്കിൽ അല്ലെ, and then patient with a history of any current systemic illness or past history of illness, എന്തെങ്കിലും ഒരു സിസ്റ്റമിക് ഇൽനെസ് ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹൈ റിസ്ക് കണ്ടീഷൻസ് ഓഫ് പ്രഗ്നൻസി നോട്ട് ടു ബി മിസ്ഡ് എന്ന് പറയുന്നത്? സിവിയർ അനീമിയ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, preeclampsia, toxemia, syphilis, gestation diabetes mellitus, hypothyroidism, and young primary or elderly gravida, twin pregnancy, malpresentations, LSCS, low-lying placenta, positive bad obstetric history, RH negative mother, patient with a history of any current systemic illness or past history of illness. Warning signs to be explained to each pregnant woman. Okay. ഇതൊക്കെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന എല്ലാം വാർണിംഗ് സൈൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പ്രഗ്നന്റ് വുമനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം, നേരെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നോക്കാം. ഫീവർ ഗ്രേറ്റർ ദാൻ എത്രയാ? 38 സെൽഷ്യസ് അല്ലെ, 38.5 ഡിഗ്രി സെൽഷ്യസ്. ഫീവർ ഗ്രേറ്റർ ദാൻ 38.5 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പനി. അതൊന്നും ആ കൊച്ചിന് സഹിക്കാൻ പറ്റൂല അല്ലെ. ആൻഡ് ഹെഡ് ഏക്ക് ആൻഡ് ബ്ലോറിംഗ് ഓഫ് വിഷൻ, generalized swelling and the generalized swelling of the body അല്ലെങ്കിൽ anasarca, generalized swelling of the body and the puffiness of face, palpitations, easily fatigability and breathlessness at rest അല്ലെ. റെസ്റ്റ് എടുക്കുന്ന സമയത്തും ബ്രീത്ത്ലെസ്നെസ് വരാം, പെയിൻ ഇൻ abdomen, vaginal bleeding or watery discharge. സാധാരണ രീതിയിലുള്ള ല്യൂക്കോറിയ അല്ലെ, ല്യൂക്കോറിയ നോർമൽ ആണ്, പക്ഷെ ഇത് കണ്ടിന്യൂസ് വാട്ടർ ആയിട്ട് പോവാണ്. അപ്പൊ എന്താ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോവാണ് അല്ലെ, വാട്ടർ ആയിട്ട് പോവാണ്, വെള്ളം പോലെ. ആൻഡ് ദെൻ റെഡ്യൂസ്ഡ് ഫീറ്റൽ മൂവ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടിലും അല്ലെ ഒരുപാട് താഴെയാണ്, കിട്ടുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അതും റിസ്ക് ആണ്. സോ എന്തൊക്കെയാണ് ഒരു പ്രഗ്നന്റ് വുമൻ ഇത്രയും കാര്യങ്ങള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിൽ റെസ്റ്റ് എടുക്കരുത്, ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ തന്നെ നോക്കണം. എന്തൊക്കെയായിരുന്നു? ഫീവർ ഗ്രേറ്റർ ദാൻ 38.5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹെഡ് ഏക്ക് or blurring of vision, generalized swelling of the body and puffiness of face, palpitations, easily fatigability and breathlessness at rest, pain in abdomen, vaginal bleeding, watery discharge or reduced fetal movements. ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി. ഇനി നമ്മൾ തുടങ്ങുവാണ്, എന്തൊക്കെയാണ് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസീസിന് കാരണമാകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ തുടങ്ങുവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി അല്ലെ. ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10% പ്രഗ്നൻസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്ന ഒരു ഹൈപ്പർടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 140/90 എങ്കിലും BP വേണം ഇൻ 2 consecutive readings at any time of pregnancy അല്ലെ. 2 തവണ ഏതെങ്കിലും ഒരു സമയത്ത് 2 തവണ ചെയ്ത ടെസ്റ്റുകള് അല്ലെ, 2 തവണ ചെയ്ത BP നമ്മൾ ചെക്ക് ചെയ്തപ്പോ 140/90 ആണെങ്കിൽ
അത് 2 തവണയും ഇപ്പൊ ഇന്ന് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നാളെയും ചെയ്തു, അതും 140/90 ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഹൈ റിസ്ക് പ്രഗ്നൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പർ ടെൻഷൻ അല്ലെ? ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140/90 of HJ അത് വരണം. അതും ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്തപ്പോൾ ആ റിസൾട്ട് തന്നെ വരണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ആൻഡ് ദ ടൈപ്സ് ഓഫ് ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ക്രോണിക് ഹൈപ്പർടെൻഷൻ. ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? ക്രോണിക് ഹൈപ്പർടെൻഷൻ. അപ്പൊ ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പർടെൻഷൻ ദാറ്റ് ആന്റിഡേറ്റ്സ് ദ പ്രഗ്നൻസി ഓർ പ്രസന്റ് ബിഫോർ 20 weeks ഓഫ് ജെസ്റ്റേഷൻ. അല്ലെ, ഒരു 20 പ്രഗ്നന്റ് ആയിട്ട് 20 ആഴ്ചയ്ക്ക് ശേഷം വരുന്ന ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് ബൈ പ്രീ എക്ലാംഷ്യ വെൻ ദർ ഈസ് പ്രോട്ടീനൂറിയ ആസ് വെൽ. അല്ലെ, ഇതെന്ന് പറയുന്നത് ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ഈ ഒരു പ്രഗ്നൻസിയുടെ കൂടെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോവുകയാണ്. അല്ലെ, നമുക്ക് യൂറിൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും, പതഞ്ഞു പൊന്തിപ്പോവും. അങ്ങനെ പോവാണ്, പ്രോട്ടീനൂറിയം കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേറ്റഡ് ആയി. കാരണം എന്താ? ഉള്ള പ്രോട്ടീൻ ഒക്കെ ആ അമ്മയുടെ ശരീരത്തിൽ നിന്നും യൂറിൻ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊച്ചിന്റെ ഡെവലപ്മെന്റിന് പ്രോട്ടീൻ വേണ്ടേ? അല്ലെ, അമ്മയുടെ ബാക്കിയുള്ള ഡെവലപ്മെന്റിന് നിങ്ങൾക്കറിയാലോ, പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് വൈറ്റമിൻ ആണ്. അല്ലെ, നമ്മുടെ ടിഷ്യൂസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചേ, അവിടെ ഒരു വയറ്റിലൊരു കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഇത്രയും പ്രോട്ടീൻ പോയി കഴിയുമ്പോൾ ആ അമ്മയുടെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് വിത്ത് എന്ത്? പ്രീ എക്ലാംഷ്യ അല്ലെങ്കിൽ പ്രോട്ടീനൂറിയ. ഓക്കെ, ആൻഡ് ദെൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. പ്രഗ്നൻസി തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹൈപ്പർ ടെൻഷൻ, അതെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ 20 weeks ഓഫ് പ്രഗ്നൻസി. അല്ലെ, ഒരു 20 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതിനെയാണ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്തായിരുന്നു? 20 ആഴ്ചയ്ക്ക് മുമ്പ് വരുന്നത്. ഒന്നെങ്കിൽ 20ാമത്തെ ആഴ്ചയിലോ അല്ലെങ്കിൽ 20 ആഴ്ചയ്ക്ക് മുമ്പ് വരുന്നതോ ആയിരുന്നു ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എങ്കിൽ. പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആഴ്ചയ്ക്ക് ശേഷം വരുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത ടൈപ്പാണ് പ്രീ എക്ലാംഷ്യ. നമ്മൾ പറഞ്ഞായിരുന്നു പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? BP ഉണ്ട്, അതിന്റെ കൂടെ തന്നെ പ്രോട്ടീനൂറിയും ഉണ്ട്. അല്ലെ, പ്രീ എക്ലാംഷ്യ. Preeclampsia may present with any symptoms of headache. Preeclampsia എങ്ങനെ വരുന്നത്? ഏതെങ്കിലും ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ ബ്ലറിംഗ് ഓഫ് വിഷൻ, എപ്പിഗാസ്ട്രിക് പെയിൻ, ഒലിഗൂറിയ ആൻഡ് എഡിമ. ഈ നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെ, പ്രോട്ടീൻ ആണ് എന്ത്? നമ്മളുടെ ആ ഒരു ഓങ്കോട്ടിക് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്ലഡിലെ. അപ്പൊ ഈ പ്രോട്ടീൻ ഇത്രയും അങ്ങ് പോയി കഴിയുമ്പോൾ ബ്ലഡിലെ ഓങ്കോട്ടിക് പ്രഷർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ബ്ലഡിൽ നിന്നും ഉള്ള വെള്ളം മുഴുവനും പുറത്തേക്ക്, അല്ലെ, ഇൻട്രാ സെല്ലുലാർ സ്പേസിലേക്ക് പോയിട്ട് പേഷ്യന്റ് മുഴുവനും ശരീരം മുഴുവൻ അങ്ങ് നീര് വരുക, അല്ലെ, അനാസാർക്ക വരുക. അപ്പൊ നമ്മൾ ഈ പ്രീ എക്ലാംഷ്യയില് എങ്ങനെയാണ്? ഹെഡേക്ക് വരുന്നു, ബ്ലോറിംഗ് ഓഫ് വിഷൻ വരുന്നു, എപ്പിഗാസ്ട്രിക് പെയിൻ വരുന്നു, അല്ലെങ്കിൽ ഒലിഗൂറിയ. അല്ലെ, ഒലിഗൂറിയ എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ്ഡ് യൂറിനേഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് യൂറിൻ കുറയാ. അല്ലെ, ഒലിഗൂറിയ വരാ, എഡിമ വരാ, ഇത്രയും കാര്യങ്ങൾ വരും. And then when the blood pressure is greater than or equal to 140/90 but less than 160/110 recorded for 4 to 6 hours apart, associated with proteinuria greater than 3 gram per dl in a 24 hours specimen or with proteinuria. Okay, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, ഈ ഒരു പ്രീ എക്ലാംഷ്യയിൽ എങ്ങനെയാ? പേഷ്യന്റ് ഹെഡേക്ക് വരുന്നു, ബ്ലറിംഗ് ഓഫ് വിഷൻ വരുന്നു, എപ്പിഗാസ്ട്രിക് പെയിൻ വരുന്നു, ഒലിഗൂറിയ വരുന്നു, എഡിമ വരുന്നു. കൂടാതെ BP എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140/90 ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഇത് 160/110 മുകളിൽ പോവില്ല, അതിനെക്കാട്ടിലും കുറവായിരിക്കും. 160/110 കുറവായിരിക്കും, എന്നാൽ 140/90 കൂടുതലായിരിക്കും. അല്ലെ,
കൂടാതെ ഒരു യൂറിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 24 hours സ്പെസിമെൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 24 hours യൂറിനില് ഏകദേശം 3 ഗ്രാമിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും, പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി എന്തൊക്കെയായിരുന്നു? ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രീ എക്ലാംഷ്യ. Then severe preeclampsia. Severe preeclampsia എന്ന് പറഞ്ഞാൽ എന്താ? The blood pressure is greater than or equal to 160, 110. അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിയക്ലാംഷ്യയില് ഒരിക്കലും 160/110 മുകളിൽ പോവില്ലെന്ന്. പക്ഷെ സിവിയർ പ്രിയക്ലാംഷ്യയില് greater or equal to 160/110 with proteinuria 3+ or 4+. 3-ൽ നിൽക്കുന്നില്ല, 3-നേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 4-നേക്കാൾ കൂടുതലായിരിക്കും. ആൻഡ് ദെൻ അടുത്ത കണ്ടീഷൻ ആണ് എക്ലാംഷ്യ. എക്ലാംഷ്യ is the occurrence of generalized convulsions. അല്ലെ, നോക്കിയിട്ട് അപസ്മാരം അല്ലെങ്കിൽ ഫിക്സും കൂടെ വന്നു. യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് background of preeclampsia during pregnancy, labor or within 7 days of delivery. അല്ലെ, ഈ ഒരു എക്ലാംഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് കൺവെർഷൻസ് ആണ്. അല്ലെ, ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബോഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു അപസ്മാരം പോലെ വരികയാണ് പേഷ്യന്റിന്. യൂഷ്വലി ഇത് അസോസിയേറ്റഡ് വിത്ത് പ്രീ എക്ലാംഷ്യയും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അല്ലെ, പ്രോട്ടീനൂറിയയും അതുപോലെ ഹൈപ്പർ ടെൻഷനും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. പ്രഗ്നൻസിയിൽ മാത്രമാണോ? ലേബറിൽ വരാം, പ്രഗ്നൻസി പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപസ്മാരം വരാം, ലേബറിൽ വരാം, അതും അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് വിത്തിൻ 7 days വരാം. However, it can occur even in normotensive women. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയേ, ചിലപ്പോ ചില കേസുകളിൽ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഇല്ല, നോർമൽ പ്രഷർ ആണെങ്കിൽ കൂടി ഈ സംഭവം വരാറുണ്ട്. Okay, and then convulsions with greater than or equal to 140/90 and proteinuria more than trace. നമ്മൾ പറഞ്ഞിരുന്നു എക്ലാംഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? കൺവൾഷൻ വരാണ്, BP വരാണ്, കൺവൾഷൻ വരാണ്, അതായത് അപസ്മാരം വരാണ്. കൂടാതെ BP എന്ന് പറയുന്നത് greater than or equal to 140/90 ആയിരിക്കും. ആൻഡ് ദെൻ പ്രോട്ടീനൂറിയയും കൂടി ഉണ്ടാവും. അല്ലെ, അപ്പൊ എന്തൊക്കെയായിരുന്നു എക്ലാംഷ്യയിൽ വരുന്നത്? നമ്മൾ പറഞ്ഞു പേഷ്യന്റ് ജനറലൈസ്ഡ് കൺവൾഷൻസ് വരുന്നു. ആ കൺവൾഷൻസ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിലാവാം, ലേബറിലാവാം, അല്ലെങ്കിൽ എന്താ 7 days ആഫ്റ്റർ ഡെലിവറി ആവാം. പിന്നെ ചില പേഷ്യൻസില് ഈ ഒരു കൺവൾഷൻസ് വിത്തൗട്ട് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് പ്രോട്ടീനൂറിയ വരാറുണ്ട്. ഓക്കെ, നോർമലി എക്ലാംഷ്യ എന്ന് പറയുമ്പോൾ എന്താണ്? കൺവൾഷൻസ് ഉണ്ടാവണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 140/90 BP ആയിരിക്കണം. ആൻഡ് ദെൻ പ്രോട്ടീനൂറിയ, അതായത് മോർ ദാൻ 3+ ആയിരിക്കണം. കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് ഓഫ് പ്രഗ്നൻസി. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഒരു ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സ് കൊണ്ട് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നുണ്ട്? മെറ്റേണൽ ഹെൽപ്പ് സിൻഡ്രോം, ARDS അല്ലെങ്കിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, റീനൽ ഫെയിലർ, പൾമണറി എഡിമ. കാരണം ഈ ഒരു ഹൈപ്പർ ടെൻഷനും ഇതായി പ്രോട്ടീനൂറിയും കൂടി ആയതുകൊണ്ടാണ് പൾമണറി എഡിമ, DIC അതായത് ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ കേട്ടോ, IUGR ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ, IUD ഇൻട്രായൂട്രൈൻ ഡെത്ത്, ഫീറ്റൽ ഡിസ്ട്രസ്, പ്രീമെച്യൂരിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്? മെറ്റേണൽ ഹെൽപ്പ് സിൻഡ്രോം. അല്ലെ, ഈ മെറ്റേണൽ ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞ സൈഡിലായിട്ട് ഒന്ന് എഴുതി വെച്ചേക്ക്. ഹെൽപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത് സീരിയസ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഇറ്റ് ഇസ് എ കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. എന്നിട്ട് ഹെൽപ്പ് എന്ന് എഴുതിയില്ലേ നിങ്ങള്? ഹെൽപ്പ് എന്ന് എഴുതിയത് ഓക്കെ, ഹെൽപ്പ് എന്ന് എഴുതിയില്ലേ? H ഹെൽപ്പ് എന്ന് എഴുതുമ്പോ നിങ്ങൾ ഇങ്ങനെ H താഴെ എഴുതണേ, HELLP എന്ന് എഴുതണേ. ഓക്കെ, എന്നിട്ട് അത് എഴുതിക്കോ. H സ്റ്റാൻഡ്സ് ഫോർ ഹീമോലൈസിസ്. H സ്റ്റാൻഡ് ഫോർ ഹീമോലൈസിസ്. E stands for elevated liver enzyme. E stands for elevated liver enzyme. L stands for
low platelet count, low platelet count. Okay, low platelet count. എല്ലും പിയും കൂടെയാ ലോ പ്ലേറ്റ്ലേറ്റ് കൗണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. എച്ച് എന്ന് ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ ഹെൽത്ത് സിൻഡ്രോം എന്ന് പറയുന്നത്. എച്ച് എന്ന് പറയുന്നത് ഹീമോലൈസിസ്, ഇ എന്ന് പറയുന്നത് എലിവേറ്റഡ് ലിവർ എൻസൈംസ്, എൽ എന്ന് പറയുന്നത് ലോ പ്ലേറ്റ്ലേറ്റ് കൗണ്ട്, ലോ പ്ലേറ്റ്ലേറ്റ് കൗണ്ട്. ഓക്കെ, മനസ്സിലായോ? എച്ച് എന്ന് പറയുന്നത് ഹീമോലൈസിസ്, ഇയും എല്ലും കൂടെ കൂടിയിട്ടാണ് എലിവേറ്റഡ് ലിവർ എൻസൈം, ഈ എല്ലും പിയും കൂടെ കൂടിയിട്ടാണ് ലോ പ്ലേറ്റ്ലേറ്റ് കൗണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദെൻ ARDs, റീനൽ ഫെയിലിയർ, പൾമണറി എഡിമ, DIC, IUGA, IUD, ഫീറ്റൽ ഡിസ്ട്രസ്, പ്രീമച്യൂരിറ്റി. ഇത്രയും കോംപ്ലിക്കേഷൻസ് ആണ് ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഒരു അമ്മയില് ഉണ്ടാക്കാൻ കഴിയുന്നത്, അല്ലെ? ഓർത്ത് നോക്കി. And then monitoring of PIH, pregnancy induced hypertension, എങ്ങനെയൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാം. Focused antenatal clinic for rising BP and abnormal weight gain to be looked for at every visit. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പ്രഗ്നൻസിയിൽ മിനിമം 4 വിസിറ്റ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ പ്രഗ്നൻസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം 4 വിസിറ്റ് ആണ് വേണ്ടത്. ഈ 4 വിസിറ്റിൽ നമ്മൾ എപ്പോഴും ഒരു അമ്മയുടെ BP ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ആവശ്യത്തിലധികം വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെ? ആവശ്യത്തിലധികം വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പേഷ്യന്റിന് അനസാർക്കയുണ്ട്, അല്ലെ? പേഷ്യന്റിന് അനസാർക്കയുണ്ട്, മേല് മുഴുവനും നീര് കെട്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റ് ഗെയിൻ ആണ് ആ പേഷ്യന്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ അതുപോലെ തന്നെ എന്താണ് PE പ്രൊഫൈൽ ടു ഇൻക്ലൂഡ് CBC, അല്ലെ? ഒരു PE പ്രൊഫൈൽ, അതായത് പ്രിയക്ലാംഷ്യയുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എന്ന് പറയുമ്പോ എന്താ? കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുക, പെരിഫറൽ സ്മീർ നോക്കുക, കൊയാഗുലേഷൻ പ്രൊഫൈൽ നോക്കുക, സിറം യൂറിക് ആസിഡ്, സിറം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, ഹെപ്പാറ്റിക് എൻസൈംസ്, യൂറിൻ ആൽബുമിൻ ആൻഡ് കൾച്ചർ. അപ്പൊ ഇതൊന്ന് എഴുതി വെച്ചേക്കണേ നിങ്ങൾ ഒരു സൈഡില്. പ്രിയക്ലാംഷ്യയുടെ പ്രൊഫൈൽ, പ്രിയക്ലാംഷ്യ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് വരുന്നതെന്ന്. പ്രിയക്ലാംഷ്യ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ CBC, പെരിഫറൽ സ്മിയർ, കൊയാഗുലേഷൻ പ്രൊഫൈൽ, സിറം യൂറിക് ആസിഡ്, serum creatinine, blood urea, hepatic enzymes and urine albumin and culture. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. And then IUGR to be ruled out through clinical assessment and necessary investigations by 34 weeks. ഏകദേശം 30 ആഴ്ചയ്ക്ക് ആവുമ്പോഴേക്കും കൊച്ചിന് adequate അല്ല വെയിറ്റ്, അല്ലെ? ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടോ, വെയിറ്റ് കുട്ടിക്ക് adequate അല്ലേ, കൊച്ചിന്റെ ആ ഒരു വീക്കിന് വേണ്ട വളർച്ച ഇല്ലേന്ന് നമുക്കൊരു 34 ആഴ്ച ആവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് ഒരു കുട്ടിയുടെ അല്ലെ ഗ്രോത്ത് വരുന്നത്, അല്ലെ? അതുവരെ കുട്ടിയുടെ ഡെവലപ്മെന്റുകളും എല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ദ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് ഇസ് ഡെലിവറി. അപ്പൊ എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാം? എങ്ങനെ മാനേജ് ചെയ്യാം ഈ ഒരു ഹൈപ്പർ ടെൻഷൻ? എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ദ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് ഈസ് ഡെലിവറി. തീർച്ചയായും നമുക്ക് അവിടെ വേണ്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെലിവറി ആണ്. പക്ഷെ ഓർത്ത് നോക്കിയേ, ഒരു 20 വീക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മദറിനാണ്, അല്ലെങ്കിൽ 20 വീക്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയ്ക്കാണ് ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്, അല്ലെങ്കിൽ സിവിയർ പ്രിയക്ലാംഷ്യ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോസിബിൾ അല്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് അണ്ടിൽ ലങ് മെച്യൂരിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ടറി ജെസ്റ്റേഷൻ ഏജ് ഇസ് റീച്ച്ഡ്. ഒരു സാറ്റിസ്ഫാക്ടറി ജെസ്റ്റേഷൻ ഏജ് വരെ, ഒരു 35 അല്ലെങ്കിൽ 36 വീക്സ് വരെ, അല്ലെങ്കിൽ 34 വീക്സിലൊക്കെ ഡെലിവറി ആക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അല്ലെങ്കിൽ 33 വീക്സ് വരെ എങ്ങനെയെങ്കിലും ഒരു പിടിച്ച് ആ ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോവാം. കാരണം എന്താ? കൊച്ചിന്റെ ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. ലങ് മെച്യൂരിറ്റി എന്നാലും ഉണ്ടാവില്ലെങ്കിലും. ഓക്കെ, ആൻഡ് ദെൻ ദ cornerstone would be controlling hypertension, assessing the severity, monitoring the maternal and fetal conditions, and preventing onset of eclampsia. അല്ലെ? നമുക്ക് ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുക, അതിന്റെ സിവിയാരിറ്റി മാനേജ് ചെയ്യുക, സിവിയാരിറ്റി കുറയ്ക്കുക, അതുപോലെ തന്നെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ കണ്ടീഷൻസ് എപ്പോഴും മോണിറ്റർ ചെയ്യുക. കൂടാതെ ആ ഒരു എക്ലാംഷ്യ വരാതെ പ്രിവെന്റ് ചെയ്യുക. എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഹൈപ്പർ ടെൻഷൻ വന്നു,
പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ മാറി ഇത് പ്രീ എക്ലാംഷ്യ ആയി, പ്രോട്ടീനും കൂടെ പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എക്ലാംഷ്യ അല്ലേ, പേഷ്യന്റിന് അപസ്മാരം കൂടെ വന്നു. അപ്പൊ എക്ലാംഷ്യ എങ്ങനെ പോയാലും പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ കോൺസ്റ്റോൺ എന്ന് പറയുന്നത്. Treatment with antihypertensive initiated at 90 to 100 mm Hg when treated through OPD. അല്ലെ, അതായത് ട്രീറ്റ്മെന്റ് ഒരു ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് നമ്മൾ OP-യിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങും. അതായത് ഒരു 90 അല്ലെങ്കിൽ 100 mm Hg ഒക്കെ ആവുമ്പോൾ അല്ലെ, ആ ഒരു ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 അല്ലെങ്കിൽ 100 ആവുമ്പോൾ തന്നെ നമ്മൾ OPDയിൽ നിന്ന് ആന്റി ഹൈപ്പർടെൻസീവ് കൊടുത്തു തുടങ്ങും. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 അല്ലെങ്കിൽ 100 ഒക്കെ ആവുമ്പോഴേക്കും. പ്രോപ്പർ റെസ്റ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആൻഡ് ദ ഫോളോവിങ് ഡ്രഗ്സ് ആർ റെക്കമെൻഡഡ്. അല്ലെ, നമ്മൾ പറഞ്ഞായിരുന്നു പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്തിനാ, പ്രോട്ടീനൂറി ഉണ്ടെങ്കിൽ അല്ലെ, ആൻഡ് ദെൻ പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. അപ്പൊ കുറച്ച് മെഡിക്കേഷൻസും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവർക്ക്, ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക്. അത് എന്തൊക്കെയാന്ന് നോക്കാം, എഴുതിയെടുക്കണേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടാബ് ആൽഫ മീഥൈൽ ഡോപ്പ 250 mg twice or thrice daily. ആൽഫ മീഥൈൽ ഡോപ്പ 250 mg twice അല്ലെങ്കിൽ thrice daily. നിഫിഡിപ്പിൻ 10 അല്ലെങ്കിൽ 20 mg orally BD TDS. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് ആണ്. ആൽഫ ഡോപ്പ എടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ലൈൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു നിഫിഡിപ്പിൻ. And then labetalol 100 mg twice daily is equally effective ആണ്. labetalol എല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കണം എന്നല്ല കേട്ടാ, labetalolum ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. 100 mg twice daily is equally effective in setting of preeclampsia. അല്ലെ, പ്രോട്ടീൻ ഒരുപാട് ലോസ് ആണ്, പ്ലസ് ഹൈപ്പർ ടെൻഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഫിലാക്റ്റിക് MgSO4 could be given IM. MgSO4 നമ്മൾ കൊടുക്കും. മെഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ IM-ൽ കൊടുക്കും. എന്താ മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാനത്, ഒരു പ്രൊഫിലാക്റ്റിക് മാനേജ്മെന്റ് ആയിട്ടാണ്. ഇനി അടുത്തത് അവർക്ക് ഒരു എന്ത് വരരുത്, അപസ്മാരം വരരുത്, ഫിറ്റ്സ് വരരുത്, കൺവൾഷൻസ് വരരുത്. അതിന്റെ പ്രൊഫിലാക്റ്റിക് മാനേജ്മെന്റ് ആയിട്ട് പേഷ്യന്റ് പ്രീ എക്ലാംഷ്യ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, MgSO4 മാഗ്നീഷ്യം സൾഫേറ്റ് IM ആയിട്ട് കൊടുക്കും. 1 gram per day of calcium in pregnancy after first trimester reduces risk of preeclampsia by 50%. അതായത് ഏകദേശം 50% ഓഫ് പ്രീഎക്ലാംഷ്യ ചെറുക്കാനുള്ള ചാൻസ് ഈ ഒരു കാൽഷ്യം സപ്ലിമെന്റ്, ഒരു 1 gram per day എടുക്കുന്ന കാൽഷ്യം സപ്ലിമെന്റിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മെഡിക്കൽ മാനേജ്മെന്റ് എന്തൊക്കെയായിരുന്നു, ടാബ് ആൽഫ മീഥൈൽ ഡോപ്പ 250 mg twice or thrice daily. Nifedipine 10 to 20 mg orally BD or TDS. The second line treatment after alpha methyl DOPA. Labetalol 100 mg twice daily is equally effective in setting of preeclampsia. Prophylactically, MgSO4 could be given IM. 1 gram per day of calcium in pregnancy after first trimester reduces risk of preeclampsia by 50%. ഇനി അടുത്ത കണ്ടീഷൻ നമുക്ക് നോക്കാം, അനീമിയ ഡ്യൂറിംഗ് പ്രഗ്നൻസി. അടുത്ത കണ്ടീഷൻ ആണ് അനീമിയ ഡ്യൂറിംഗ് പ്രഗ്നൻസി. അനീമിയ ഡ്യൂറിംഗ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്രിവാലൻസ് ഓഫ് അനീമിയ ഇൻ പ്രഗ്നന്റ് വുമൻ ഇൻ ഇന്ത്യ ഏകദേശം 58.7% ഓഫ് പ്രഗ്നന്റ് ലേഡീസ് ഇൻ ഇന്ത്യയിലുള്ളവർക്ക് എന്തുണ്ട്, അനീമിയ ഉണ്ട്. ഓക്കെ, അനീമിയ is defined as HB level less than level gram per DL in pregnancy or immediate postpartum period. Immediate postpartum period കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലെ ആ ഒരു ബ്ലഡ് അല്ലെ അല്ലെങ്കിൽ HB ലെവൽ എന്ന് പറയുന്നത് എന്ത് ലെസ് താൻ 11 gram ആയിരിക്കണം അല്ലെ. ലെസ് താൻ 11 gram ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് anemia എന്ന് പറയുന്നത്. Okay, and then anemia is grouped as mild, moderate and severe. Mild എന്ന് പറയുമ്പോൾ 10 to 10.9 gram per DL എങ്കിലും ഉണ്ടാവും. Moderate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.7 to 9.9 gram per DL എങ്കിലും ഉണ്ടാവണം. Severe anemia എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ less than 7 gram per DL ആയിരിക്കും.
അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു അനീമിയ ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ് ക്ലാസിഫൈഡ് ആസ് എത്രയായിട്ടാണ്? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 10.9 അല്ലെ, 10 to 10.9 gram per DL. മോഡറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 9.9 gram per DL. സിവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ less than 7 gram per DL. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇസ് ദ കോമണസ്റ്റ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. നമുക്ക് അറിയാം ഒരുപാട് ടൈപ്സ് ഓഫ് അനീമിയ ഉണ്ട്, അല്ലെങ്കിൽ നോർമോസൈറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും സെക്കൻഡറി അനീമിയ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷസ് ഡിസീസ് വന്നിട്ട് അതിനുശേഷമുള്ള ബ്ലഡ് ലോസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്. പക്ഷെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ് കോമൺ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ദ കോംപ്ലിക്കേഷൻസ് ഡ്യൂ ടു അനീമിയ ഇൻ പ്രഗ്നൻസി. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഒരു അനീമിയയ്ക്ക് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാക്കാൻ നോക്കാം. മെറ്റേണൽ കാർഡിയക് ഫെയിലർ അല്ലെ, മെറ്റേണൽ കാർഡിയക് ഫെയിലർ, സസെപ്റ്റിബിലിറ്റി ടു ഇൻഫെക്ഷൻസ്, പ്രീടേൺ ലേബർ, പോസ്റ്റ്പാർട്ടം ഹെമറേജ്, സബ് ഇൻവല്യൂഷൻ അല്ലെ, സബ് ഇൻവല്യൂഷൻ പറഞ്ഞാൽ യൂട്രൈസിന്റെ സബ് ഇൻവല്യൂഷൻ, ഫോളിംഗ് ലാക്ടേഷൻ, മര്യാദയ്ക്കുള്ള പാലുൽപാദനം ഉണ്ടാവുന്നില്ല, ഡീപ് വെയിൻ ത്രോംബോസിസ്, ഫീറ്റൽ IUGA, അനീമിയ ഓഫ് ന്യൂ ബോൺ ആൻഡ് പ്രീമെച്യൂരിറ്റി. അപ്പൊ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരുത്താം? മെറ്റേണൽ കാർഡിയക് ഫെയിലർ, susceptibility to infections, preterm labor, PPH, subinvolution, falling lactation, DVT, fetal IUGA, anemia of newborn and prematurity. ഇങ്ങനെ നമുക്ക് ഇത് ഒരു അമ്മയ്ക്ക് എന്താ അനീമിയ ആണെന്ന് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? ഹിസ്റ്ററി ഓഫ് വീക്ക്നെസ്, ഗിഡിനെസ് ഓർ ബ്രീത്ത്ലെസ്നെസ് അല്ലെ, ഭയങ്കര തളർച്ചയും വിളർച്ചയായിരിക്കും, എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോ. ആൻഡ് അസസ് ഫോർ പാലർ. പാലറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, അല്ല നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, പാലർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. HB എസ്റ്റിമേഷൻ യൂസിങ് ഹീമോഗ്ലോബിനോമീറ്റർ ഓർ ബൈ സ്റ്റാൻഡേർഡ് HB കളർ സ്കെയിൽ അല്ലെ, HB എസ്റ്റിമേഷൻ ചെയ്യാം. HB എസ്റ്റിമേഷൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഹീമോഗ്ലോബിനോമീറ്റർ വഴിയോ അല്ലെങ്കിൽ ബൈ സ്റ്റാൻഡേർഡ് HB കളർ സ്കെയിൽ വഴിയോ. എഴുതി വെക്കണേ. ടു ഫൈൻഡ് പാലർ ഇൻ പ്രഗ്നൻസി. ഇൻവെസ്റ്റിഗേഷൻസ് യൂസ്ഡ് ആർ എന്തൊക്കെയാ? HB എസ്റ്റിമേഷൻ. HB എസ്റ്റിമേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം, ഹീമോഗ്ലോബിനോമീറ്റർ or by standard HB color scale. Okay, ഇനി അടുത്തത് complete blood count and examination of thin film for cell morphology, peripheral blood smear for malaria അല്ലെ. ഇനി ഈ ഒരു നമുക്കറിയണല്ലോ, ഈ ഒരു അനീമിയ വന്നത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടല്ല, വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ ചെയ്യും. അത് മാത്രല്ല സെൽ മോർഫോളജി ആൻഡ് പെരിഫറൽ ബ്ലഡ് സ്മിയർ, മലേറിയ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെരിഫറൽ ബ്ലഡ് സ്മിയറും ചെയ്യും. യൂറിൻ ഫോർ ബ്ലഡ് ഓർ പസ് സെൽസ് ആൻഡ് സ്റ്റൂൾ ഫോർ ഒക്കൾട്ട് ബ്ലഡ് ഓവർ സിസ്റ്റ് അല്ലെ. യൂറിൻ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, UTI ഉണ്ടോ, UTIയുടെ ഭാഗമായിട്ടാണോ പേഷ്യന്റിന് ഇത് കുറഞ്ഞേ അല്ലെ. അസെൻഡിങ് UTI ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യന്റിനെ എൻഡോക്രൈൻ ഗ്ലാൻഡിനെ അല്ലെ മുഴുവനും അത് ബാധിക്കും. അപ്പൊ എന്തുണ്ടാവും? അത് പിന്നെ പേഷ്യന്റിന് എരിത്രോപോയിറ്റിൻ ഉണ്ടാക്കില്ല അല്ലെ. എരിത്രോപോയിറ്റിൻ ഉണ്ടാക്കിയാലാണ് ഇവിടെ റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തെടുക്കണേ. അപ്പൊ എന്തെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂറിൻ for blood or pus cells and stool for occult blood അല്ലെങ്കിൽ ഓവാസിസ്റ്റ്, ഇത്രയും നോക്കും. യൂറിൻ മാത്രമല്ല, സ്റ്റൂൾ നോക്കും, ദെൻ ബ്ലഡ് നോക്കും. ഓക്കെ, ബ്ലഡിൽ എന്തൊക്കെയായിരുന്നു? CBCയും പെരിഫറൽ ബ്ലഡ് സ്മിയറും മോർഫോളജി നോക്കും, യൂറിൻ നോക്കും, ആൻഡ് ദെൻ സ്റ്റൂൾ നോക്കും. സ്റ്റൂളിൽ ഒക്കൾട്ട് ബ്ലഡ് ഉണ്ടോ നോക്കാൻ, യൂറിനിലും ഒക്കൾട്ട് ബ്ലഡും യൂറിനിലും ബ്ലഡും അതേപോലെ തന്നെ പസൽസും ഉണ്ടാ നോക്കാൻ. എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം? പ്രൊഫിലാക്റ്റിക് മാനേജ്മെന്റ് ആണ് എല്ലാവരും ചെയ്യണത് അല്ലെ. പ്രൊഫിലാക്റ്റിക് മാനേജ്മെന്റ് ആണ് ഈ ഒരു അനീമിയക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു IFA ടാബ്ലറ്റ് നമ്മൾ കൊടുക്കും. IFA ടാബ്ലറ്റ് അല്ലെ. IFA ടാബ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് ആണ്, അതൊരു ഡയറ്ററി സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അയൺ ലെവൽ അതിന്റെ ഉള്ളിലുണ്ട്. IFA ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് ആണ്. അതിൽ ഏകദേശം 10 ഗുളികകളോളാണ് അതിൽ വരുന്നത്.
ഓക്കെ. അപ്പം ഈ ഒരു IFA ടാബ്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു IFA ടാബ്ലറ്റ് അയേൺ ആണ് ട്ടാ. ടാബ്ലറ്റ് IFA ടാബ്ലറ്റ് എന്ന് പറഞ്ഞാലും അത് അയേൺ ആണ് ട്ടാ. വിത്ത് 100 mg കണ്ടോ, 100 mg എലമെന്റൽ അയണും അതുപോലെ തന്നെ 0.5 mg ഫോളിക് ആസിഡും ആ ടാബ്ലറ്റിലുണ്ട്. ഓക്കെ. അപ്പൊ അത് ഒരുപാട് ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ IFA ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യും. വൺസ് ഡെയിലി ഫോർ 180 days. 180 ദിവസത്തേക്ക് ഒരെണ്ണം വെച്ചിട്ട് 180 ദിവസം ഏകദേശം 6 മാസത്തോളം കഴിക്കണം. എന്നിട്ട് ആഫ്റ്റർ ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമ്പോ എന്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഏതൊരു അയണും കാൽഷ്യം ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുക്കാറില്ല, അറിയാലോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുക്കുന്നത് ഫോളിക് ആസിഡ് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം 180 days ആണ്. അത് 180 days ആണ് നമ്മൾ എന്തെടുക്കുന്നത്, അയൺ എടുക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം 180 days അയൺ എടുക്കും. ഓക്കെ. ആദ്യത്തെ 3 മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത 6 മാസം എടുക്കുന്നു. അപ്പൊ 9 മാസം ആയില്ലേ. 3 മാസം കഴിഞ്ഞതിന് ശേഷം 180 days നമ്മൾ എന്തെടുക്കും, അയൺ എടുക്കും. ഓക്കെ. അപ്പൊ 6 months കംപ്ലീറ്റ്, 9 months കംപ്ലീറ്റ് ആയി പ്രസവിക്കുക. ആൻഡ് ദെൻ മൈൽഡ് ടു മോഡറേറ്റ് അനീമിയാസ് ട്രീറ്റഡ് ബൈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. മൈൽഡിലും മോഡറേറ്റ് അനീമിയാസ് ആണെങ്കിൽ നമ്മൾ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 100 mg എലമെന്റൽ അയോൺ പ്ലസ് 0.5 mg ഫോളിക് ആസിഡ് അതെങ്ങനെ കൊടുക്കും, ട്വൈസ് എ ഡെയിലി, 2 എണ്ണം വെച്ചിട്ട് കൊടുക്കും. ടു ബി കണ്ടിന്യൂഡ് ഡ്യൂറിങ് പോസ്റ്റ്പാർട്ടം പീരീഡ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾക്ക് ഡെലിവറി ആവുമ്പോഴും പോസ്റ്റ്പാർട്ടം പീരീഡിലും കുറച്ച് നാളത്തേക്ക് ഈ ഒരു അയൺ കണ്ടിന്യൂ ചെയ്യാൻ പറയാറുണ്ട്. HB ലെവൽ ടു ബി അസസ്ഡ് മന്ത്ലി. HB ലെവൽ നമ്മൾ എന്ത് ചെയ്യും, മന്ത്ലി അസസ് ചെയ്യണം. അനീമിയ ഉള്ളവർക്ക് കേട്ടാ. HB ലെവൽ ടു ബി അസസ്ഡ് മന്ത്ലി. അഡ്മിനിസ്റ്റർ പാരന്റൽ അയൺ പ്രിപ്പറേഷൻ ഇഫ് ദർ ഈസ് എ നോൺ കോംപ്ലയൻസ് അല്ലെങ്കിൽ ഇൻടോളറൻസ്. അല്ലെ, ഒരു പേഷ്യന്റിന് വലിയ കുഴപ്പമില്ല, വായ കൊണ്ട് അയൺ സിറപ്പുകളൊക്കെ കുടിക്കുന്നതിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് വായിക്കൂടെ ഓറൽ അയൺ കൊടുക്കാം. കേസസ് ഓഫ് മോഡറേറ്റ് ആൻഡ് സിവിയർ അനീമിയ മേ റിസീവ് ആന്റി-ഹെൽമിന്തിക് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, കേസസ് ഓഫ് മോഡറേറ്റ് ആൻഡ് സിവിയർ അനീമിയ അല്ലെങ്കിൽ മോഡറേറ്റ് ആൻഡ് സിവിയർ അനീമിയ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന, ട്രീറ്റ് ചെയ്യുന്നത്, കേസസ് ഓഫ് മോഡറേറ്റ് ആൻഡ് സിവിയർ അനീമിയ മേ റിസീവ് ആന്റി-ഹെൽമിന്തിക് ഡ്രഗ്സ്. അപ്പൊ സിവിയർ അനീമിയ ഒക്കെ ഉണ്ടെങ്കിൽ ആന്റി-ഹെൽമിന്തിക് അല്ലെ, വിരഗുളികകളും കൂടെ കൊടുക്കാറുണ്ട്. കാരണം അറിയില്ലല്ലോ, ഇനി വിരകടിച്ചിട്ടുള്ള കുഞ്ഞി ബ്ലഡ് ലോസ് കൊണ്ട് ആണ് ഈ ഒരു അനീമിയ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റൂളിലെ ഒക്കുൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഒക്കുൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു റീസൺ ഈ ഒരു ഈ വിരശല്യം ഉള്ളത് കൊണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ടാബ് മെബൻഡാസോൾ അല്ലെങ്കിൽ ആൽബൻഡാസോൾ 100 mg BD ഫോർ 3 days അല്ലെങ്കിൽ മെബൻഡാസോൾ 100 mg BD ഫോർ 3 days. ആൽബൻഡാസോൾ ആണെങ്കിൽ 400 mg സിംഗിൾ ഡോസ് അല്ലെ, എസ്പെഷ്യലി ഇൻ ഹുക്ക് വേം എൻഡമിക് ഏരിയാസ്. ഹുക്ക് വേം ഉള്ള ഒരു എൻഡമിക് ഏരിയാസിലാണ് ഇവരുടെ താമസമെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും, എങ്ങനെ പോയില്ല ആൽബൻഡാസോൾ അല്ലെങ്കിൽ മെബൻഡാസോൾ കൊടുക്കും. ഡ്യൂറിങ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ, സെക്കൻഡിൽ ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ് ഈ ഒരു വിരശല്യത്തിനുള്ള ഗുളിക കൊടുക്കുന്നത്. ഇനി അടുത്ത ഹൈ റിസ്ക് എന്ന് പറയുന്നത് ട്വിൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി. വൈഡ് സ്പ്രെഡ് പ്രാക്ടീസസ് ഓഫ് നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരു ട്വിൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി വരുന്നത് അല്ലെ. ഓക്കെ. കൂടാതെ നോർമൽ ആയിട്ടും വരുന്നുണ്ട്. എന്തൊക്കെ റിസ്കുകളാണ് ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി കൊണ്ട് അല്ലെങ്കിൽ ട്വിൻ പ്രഗ്നൻസി കൊണ്ട് എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാവുന്നത്? മെറ്റേണൽ അനീമിയ അല്ലെ, 2 കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള HB ഉണ്ടാവില്ല. മെറ്റേണൽ അനീമിയ, ഹൈപ്രമിനിസേസ്, കാരണം നമ്മൾ പറഞ്ഞു HCG അല്ലെ, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു ട്വിൻ പ്രഗ്നൻസിയിൽ. അപ്പൊ പേഷ്യന്റ് ഭയങ്കര മോർണിംഗ് സിക്നസ് ആയിരിക്കും, ഭയങ്കര വൊമിറ്റിംഗ് ആയിരിക്കും. ഏർലി ഓൺസെറ്റ് ഓഫ് പെറ്റ് പ്രിയക്ലാംഷ്യ. പെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയക്ലാംഷ്യ ആണ്. ഏർലി ഓൺസെറ്റ്, വളരെ നേരത്തെ പ്രിയക്ലാംഷ്യ വരാം. അക്യൂട്ട് ഹൈഡ്രാംനിയോസ് വരാം അല്ലെ, അറ്റോണിക് PPH വരാം. ഇൻക്രീസ് റിസ്ക് ഓഫ് ഓപ്പറേറ്റീവ് ഡെലിവറി, ഫീറ്റൽ IUGR, കൺജനിറ്റൽ അനോമലീസ്, പ്രീമെച്യൂരിറ്റി, മാൽ പ്രസന്റേഷൻസ് ആൻഡ് കോഡ് പ്രൊലാപ്സ്. അപ്പൊ എന്തൊക്കെ റിസ്ക് ഒരു അനീമിയ കൊണ്ട്, ഒരു ട്വിൻ പ്രഗ്നൻസി കൊണ്ട്, നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് ആയ ട്വിൻ പ്രഗ്നൻസി കൊണ്ട് ഒരു അമ്മയില് എന്തൊക്കെ വരാം?
maternal anemia, hyperemesis, early onset of preeclampsia, acute hydramnios, atonic PPH, postpartum hemorrhage, increased risk of operative delivery, fetal IUGR, congenital anomalies, prematurity, malpresentations, and cord prolapse. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് വരാം? നമ്മളുടെ ആ ഒരു ട്വിൻ പ്രഗ്നൻസി കൊണ്ടുവരാം. ഓക്കെ, and then placenta previa, placental insufficiency, twin to twin transfusion, stuck or conjoined twin. അപ്പൊ ഇത്രയും കാര്യങ്ങള് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മെറ്റേണൽ അനീമിയ, ഹൈപ്പറെമിസിസ്, ഏർലി ഓൺസെറ്റ് ഓഫ് പ്രിയകാംഷ്യ, അക്യൂട്ട് ഹൈഡ്രാമ്യൂസ്. ഹൈഡ്രാമ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നതിനെയാണ് കേട്ടോ ഹൈഡ്രോമ്യൂസ് എന്ന് പറയുന്നത്. അറ്റോണിക് PPH, ഇൻക്രീസ്ഡ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഓപ്പറേറ്റീവ് ഡെലിവറി, fetal IUGR, congenital anomalies, prematurity, malpresentations, cord prolapse, placenta previa, placental insufficiency, twin-to-twin transfusion, stuck or conjoined twin. അല്ലെ, ഒരു കുട്ടിയിൽ തന്നെ ഒരു കുട്ടി പെട്ടുപോവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു 2 തലയും ഒരു ഉടലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 4 കാലും ഒരു ഉടലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൺജോയിന്റ് ആയിട്ടുള്ള ട്വിൻ. And then twin to twin transfusion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആവശ്യമുള്ളത് ഇത്തിൽ കണ്ണി പോലെ മറ്റു കുട്ടിയിൽ നിന്ന് വലിച്ചെടുക്കുക. ഓക്കെ, and then diagnosis and management. When fundal height greater than period of gestation and USG to be done to confirm diagnosis and assess viability, rule out congenital malformations, fetal growth and fetal position. അപ്പൊ നമ്മൾ നോക്കുകയാണ് ഫണ്ടൽ ഹൈറ്റ് ആ ഒരു ജെസ്റ്റേഷൻ ഏജിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇനി പേഷ്യന്റിന് ഹൈഡ്രാമ്നിയോസ് ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും, അല്ലെ, കൊച്ച് ഒരുപാട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് സോളോ ചെയ്യുന്നുണ്ട്, അല്ലെ, അത് കഴിഞ്ഞിട്ട് യൂറിനേറ്റ് ചെയ്യുന്നുണ്ട്, അത് അമ്മയുടെ ബ്ലഡ് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി സോളോ ചെയ്യുന്നില്ല എന്നൊക്കെയാണെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇങ്ങനെ കൂടുതലായിട്ട് കെട്ടിക്കിടക്കും. സോ എന്തെങ്കിലും പ്രസന്റേഷൻസ് ഉണ്ടോ, മാൽഫോർമേഷൻസ് ആണോ, എന്തെങ്കിലും ഫീറ്റൽ ഗ്രോത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫീറ്റൽ പൊസിഷൻ കറക്റ്റ് ആണോ, പൊസിഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ഫണ്ടൽ ഹൈറ്റ് കൂടാം. അപ്പൊ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ടൽ ഹൈറ്റ് അഡിക്വേറ്റ് അല്ല, ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസിയും കൂടെ ചെയ്ത് നോക്കും. ഏർലി ഡയഗ്നോസിസ് ക്യാൻ ഇംപ്രൂവ് മറ്റേണൽ ആൻഡ് ഫീറ്റൽ ഔട്ട്കം. അപ്പൊ നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ഏർലി ഡയഗ്നോസ് ചെയ്യാന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിൻ പ്രഗ്നൻസി ആണ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കും അമ്മേനെയും ആ കുഞ്ഞുങ്ങളെയും ബാധിക്കാൻ പോകുന്നത്. റിക്വയർസ് മോർ ഫ്രീക്വന്റ് വിസിറ്റ്, അല്ലെ, സാധാരണ 4 വിസിറ്റ് ആണെങ്കിൽ ഇവിടെ മോർ ഫ്രീക്വന്റ് വിസിറ്റ് ആണ് വേണ്ടത്. കൂടാതെ ഇൻക്രീസ്ഡ് കലോറീസ്, അല്ലെ, സാധാരണ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഡബിളിന്റെ ഒന്നും കൂടെ ഒരു ഭാഗം കൂടെ കൂട്ടണം. ഇൻക്രീസ്ഡ് കലോറീസ്, protein intake, iron supplementation and appropriate rest in lateral position. lateral positionൽ തന്നെ കിടക്കണം, അല്ലെ, കാരണം എന്താ? ഇടത്തോട്ട് ചെറിഞ്ഞ് തന്നെ കിടക്കണം. കാരണം അല്ലെങ്കിൽ ആ ഒരു അസെൻഡിങ് അയോട്ടേനെ, നമ്മുടെ യൂട്രസിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന അയോട്ടേനെ ഇവൻ ഈ ഗ്രാവിഡ് യൂട്രസ് അല്ലെങ്കിൽ ഈ 2 പിള്ളേരുള്ള യൂട്രസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വെയിറ്റ്, അത് വന്നിട്ട് ഇങ്ങനെ ഞെരുക്കുമ്പോ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, കൊച്ചിനും ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടില്ല. അപ്പൊ അത് ഫീറ്റൽ ഡിസ്ട്രസിലേക്കും കാരണമാവും. അപ്പൊ എന്ത് ചെയ്യണം? ആന്റിനെറ്റൽ വിസിറ്റ് ഫ്രീക്വന്റ്ലി വേണം. കൂടാതെ അയൺ സപ്ലിമെന്റും ഫോളിക് ആസിഡ് സപ്ലിമെന്റും പ്രോട്ടീനും കലോറിയും ഒക്കെ ഹൈ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. കൂടാതെ ലാറ്ററൽ പൊസിഷൻ വേണം കിടക്കാൻ. തീർച്ചയായിട്ടും ലാറ്ററൽ പൊസിഷൻ വേണം ചൂസ് ചെയ്യാൻ. അടുത്ത കണ്ടീഷൻ ആണ് പ്ലാസെന്റ പ്രിവ്യ. The implantation of the placenta wholly or partially in the lower segment of the uterus. ഓക്കെ, അതേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോർമലി പ്ലാസെന്റ എവിടെയാ വരേണ്ടത്? നോർമലി പ്ലാസെന്റ വരുന്നത് യൂട്രസിന്റെ അപ്പർ പാർട്ടിലാണ്, അല്ലെ. നോർമലി പ്ലാസെന്റ വരേണ്ടത് യൂട്രസിന്റെ അപ്പർ പാർട്ടിലാണ്. പക്ഷെ അതായത് ആ ഡോം ഷേപ്ഡ് പാർട്ടിലൊക്കെയാണ് പ്ലാസെന്റ വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? പ്ലാസെന്റ പ്രിവ്യാണ്, താഴെ, അല്ലെ. പ്ലാസെന്റ എവിടെ ഇരിക്കും? ഈ യൂട്രസിന്റെ താഴെയായിട്ടായിരിക്കും പ്ലാസെന്റ വന്നിരിക്കുന്നുണ്ടാവുക, ഇന്റേണലോസിന്റെ അടുത്തായിട്ട്. ചിലത് ഇന്റേണലോസ് മൊത്തത്തില് എന്ത് ചെയ്യും?
ചിലത് ഇന്റേണൽ ലോസ് മൊത്തത്തിൽ കവർ ചെയ്യും, ചിലത് ഇന്റേണൽ ലോസ് പാർഷ്യലി കവർ ചെയ്യും, ചിലത് ഇന്റേണൽ ലോസിന്റെ അടുത്തായിട്ടിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് കോസ് ഓഫ് പെരിനേറ്റൽ മോർട്ടാലിറ്റി അല്ലെ, ഏകദേശം ആ ഒരു സിവിയർ ബ്ലീഡിങ്ങിനും ബ്ലീഡിങ്ങിനോടനുബന്ധിച്ചുള്ള ഡെലിവറിക്കും ഒക്കെ ഈ പ്ലാസന്റ പ്രീവിയ ആവാറുണ്ട്. ഓക്കെ. ഈ ഏകദേശം 1000 കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4-5 പേർക്ക് ഈ പ്ലാസന്റ പ്രീവിയ കാണാറുണ്ട്. ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് ഓൺ ദി റിലേഷൻ ടു ദി ഇന്റേണൽ ലോസ്. ഇതിനെ ഈ ഒരു നമ്മൾ പറഞ്ഞു ഇന്റേണൽ ലോസിന്റെ അടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാ നോക്കാം. നോക്കിക്കേ, ഇത് ലോ ലൈങ് പ്ലസന്റ എന്ന് മാത്രമേ നമ്മൾ ഇതിനെ പറയുള്ളൂ. ലോ ലൈങ് പ്ലസന്റ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്കവരിലും ഇങ്ങനെ ലോ ലൈങ് പ്ലസന്റ വരാറുണ്ട്. പക്ഷെ അത് പ്രഗ്നൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ട്രൈമസ്റ്റർ കൂടുന്നതിനനുസരിച്ച് ഈ പ്ലസന്റ് ഇങ്ങനെ കയറി 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 ഇവിടേക്ക് വരാറുണ്ട്. അപ്പൊ ലോ ലൈങ് പ്ലസന്റ എന്ന് പറയും. ആ ടേം ഒക്കെ ആവുമ്പോഴേക്കും ഈ പ്ലസന്റ കയറി പോയില്ല, പൊസിഷൻ മാറിയില്ലെങ്കിൽ ലോ ലൈങ് പ്ലസന്റ. അവിടെ കണ്ടോ, സെർവിക്കൽ ആ ഒരു ഓസ് ഓപ്പൺ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തൊട്ടടുത്താന്നുള്ളൂ. പക്ഷെ പി വി ചെയ്യാൻ പറ്റില്ല, പി വി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആൻഡ് ദെൻ മാർജിനൽ പ്ലസന്റ്, അതേ കണ്ട, ഈ ഇങ്ങനെ ഇവിടുന്ന് ഒരു വര വരച്ചാൽ കണ്ടോ, ഇവിടുന്ന് ഒരു വര വരച്ച ആ വരയുടെ മാർജിന്റെ ഇവിടെ വരെ വന്നു, കണ്ടോ, മാർജിന്റെ അവിടം വരെ വന്നു. അപ്പൊ മാർജിനൽ പ്ലസന്റ. ആൻഡ് ഇതും കഴിഞ്ഞതേ കണ്ടോ, കുറച്ച് ഭാഗം വിട്ട് ബാക്കി മൊത്തം കംപ്ലീറ്റ് കവർ ചെയ്തു. പാർഷ്യൽ പ്രിവ്യ അല്ലെ, പാർഷ്യൽ പ്രിവ്യ. ആൻഡ് ദെൻ മൊത്തം ഈ ഇന്റേണലോസ് അടച്ചോണ്ടാണ് ഈ പ്ലാസന്റ ഇതായേക്കണേ, വളർന്നേക്കണേ, കംപ്ലീറ്റ് പ്രിവ്യ. അപ്പൊ ഈ ഒരു പ്ലാസന്റയുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ലോ ലൈങ് പ്ലസന്റ, മാർജിനൽ പ്ലസന്റ, പാർഷ്യൽ പ്രിവ്യ ആൻഡ് കംപ്ലീറ്റ് പ്രിവ്യ. ഇനി എന്തൊക്കെയാണ് ഇറ്റിയോളജി? മെറ്റേണൽ ഏജ് കൂടുന്തോറും ആവാം. മൾട്ടിപാരിറ്റി അല്ലെ, 2, 3, 4 പ്രസവിച്ചത് കൊണ്ടാവാം. യൂട്രൈൻ സ്കാർ, ഒരു പ്രീവിയസ് സിസോറിയൻ സെക്ഷന്റെ ഒരു സ്കാർ അവിടെ ഉണ്ടെങ്കിൽ ആ സ്കാറിൽ വേണമെങ്കിൽ പിന്നെ ഇവന്മാര് പറ്റിപ്പിടിച്ച് വളരാനുള്ള സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, പ്രീവിയസ് അബോർഷൻസ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാം? പെയിൻലെസ് ബ്ലീഡിങ് അല്ലെ, പ്രത്യേകിച്ച് പെയിൻ ഒന്നും ഇല്ലാത്ത ബ്ലീഡിങ് ആയിരിക്കും, പെർ വജൈനൽ ബ്ലീഡിങ്ങിന്റെ ആയിരിക്കും. യൂട്രൈൻ ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ജസ്റ്റേഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. കാരണം താഴെയല്ലേ ഇവന്മാര് വന്നിരിക്കുന്നത്. അപ്പൊ കുട്ടി അത്രയും കൂടെ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിട്ട് മുകളിലേക്ക് കയറിപ്പോ. അപ്പൊ സോഫ്റ്റ് നോൺ ടെൻഡർ യൂട്രസ് ആൻഡ് ഫീറ്റൽ പാർട്സ് പാൽപ്പബിൾ. സോഫ്റ്റ് നോൺ ടെൻഡർ ആയിട്ടുള്ള യൂട്രസ് ആയിരിക്കും, ഫീറ്റൽ പാർട്സ് നമുക്ക് പാൽപ്പബിൾ ചെയ്യാൻ പറ്റും. അബ്നോർമൽ പ്രസന്റേഷൻ ആയിരിക്കും അല്ലെ, ലോ ലൈൻ പ്ലസന്റ് ആയതുകൊണ്ട് കുട്ടിക്ക് നേരെ ഹെഡ് അവിടെ വെക്കാൻ പറ്റുന്നുണ്ടാവില്ല, അബ്നോർമൽ പ്രസന്റേഷൻ ഉണ്ടാവും. പ്രസന്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്ലോട്ടിംഗ് അല്ലെ, നമുക്ക് തൊട്ട് താഴെ ആകുമ്പോൾ യൂട്രസിനോട് ചേർന്ന് കിട്ടില്ല, തൊട്ട് മുകളിലായിരിക്കും, ഹൈ ഫ്ലോട്ടിംഗ്, മുകളിലായിരിക്കും പ്രസന്റിംഗ് പാർട്ട് വരുന്നുണ്ടാവുക. പ്ലാസന്റൽ ലൊക്കേഷൻ ടു ബി കൺഫേംഡ് ഡ്യൂറിങ് USG ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. വാർണിംഗ് ബ്ലീഡിംഗ് ടു ബി ടേക്കൻ സീരിയസ്. എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. മാനേജ്മെന്റ്, ഒരിക്കലും പി വി ചെയ്യരുത് അല്ലെ, പി വി ചെയ്യരുത്. പിന്നെ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യുക, HB ചെക്ക് ചെയ്യുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക. ആന്റിനേറ്റൽ വിസിറ്റ് അല്ലെ, 37 വീക്സ് വരെ ആന്റിനേറ്റൽ വിസിറ്റ് കണ്ടിന്യൂ ചെയ്തു പോവുക. അത് മാത്രല്ല ലേബർ അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ്, ഒരു പേഷ്യന്റ് ലേബറിലേക്ക് പോവുകയാണെങ്കിൽ ഡെലിവറിയുടെ സമയം ആയെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ദെൻ പ്രഗ്നൻസി ടു ബി ടെർമിനേറ്റഡ്. അതായത് സിവിയർ ബ്ലീഡിംഗ് ആയി പേഷ്യന്റ് പ്രസവത്തിലേക്ക് പോവുകയാണെന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. അടുത്ത കണ്ടീഷൻ ആണ് സിഫിലിസ്. സിഫിലിസ് നമ്മൾ പറഞ്ഞിരുന്നു, സിഫിലിസിനെതിരായിട്ട് ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സിഫിലിസിനെതിരായിട്ട് ഈ ഒരു ഗവൺമെന്റ് തന്നെ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസും ഒക്കെ പ്രഗ്നൻസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനത്തെ പ്രഗ്നന്റ് വുമൻ ആണ് ഒരു സിഫിലിസ് ഉണ്ടാവാനുള്ള റിസ്ക് ഉള്ളത് നോക്കാം. വുമൺ വിത്ത് കറന്റ് ഓർ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് STI അല്ലെ, പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ സിഫിലിസും കൂടെ വരും. വുമൺ വിത്ത് മോർ ദാൻ 1 സെക്ഷൽ പാർട്ട്ണർ, ഒന്നിൽ കൂടുതൽ സെക്ഷൽ പാർട്ട്ണർ ഉള്ളവർക്ക്, സെക്സ് വർക്കേഴ്സിന്, ഡ്രഗ് ഇൻജെക്ട് ചെയ്യണവർക്ക്, സയൻസ് ആൻഡ് സിംറ്റംസ് മേ വാരി ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഓഫ് ദി 4 സ്റ്റേജസ് ഓഫ് സിഫിലിസ് ദ വുമൺ പ്രസന്റ് വിത്ത്. അതായത് സിഫിലിസിന്റെ സ്റ്റേജിനനുസരിച്ച് സയൻസ് ആൻഡ് സിംറ്റംസ് വാരി ചെയ്യാം.
ആൻഡ് ദെൻ റിസ്ക് ഓഫ് സിഫിലിസ് എന്തൊക്കെ വരാം? ഫീറ്റൽ ആണെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് വരാം, പെരിനേറ്റൽ ഡെത്ത് വരാം, കൺജനിറ്റൽ സിഫിലിസ് വരാം, ആൻഡ് മെറ്റേണൽ ആണെങ്കിൽ സ്റ്റിൽ ബർത്ത് വരാം, സ്പോണ്ടേനിയസ് അബോർഷൻ വരാം, കോമോർബിഡ് കണ്ടീഷൻസ് ലൈക്ക് HIV വരാം. ഓക്കെ, റിസ്ക് ഓഫ് സിഫിലിസ് എന്ന് പറയുന്നത് ലോ ബർത്ത് വെയിറ്റ്, പെരിനേറ്റൽ ഡെത്ത്, കൺജനിറ്റൽ സിഫിലിസ്. മെറ്റേണൽ എന്ന് പറയുന്നത് സ്റ്റിൽ ബർത്ത്, അതായത് മരിച്ചിട്ട് കുട്ടി ഡെലിവറി ചെയ്യുക, സ്പോണ്ടേനിയസ് അബോർഷൻസ് ആൻഡ് എന്ത് HIV. എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം? വുമൺ ഷുഡ് ബി ടെസ്റ്റഡ് ഫോർ സിഫിലിസ് ഇൻ ദി ഫസ്റ്റ് ആന്റിനേറ്റൽ വിസിറ്റ് ഇറ്റ് സെൽഫ് യൂസിങ് പോയിന്റ് ഓഫ് കെയർ. അല്ലെ, പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലേഡിക്ക് സിഫിലിസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ആൻഡ് ദെൻ ഈ ഫെസിലിറ്റി ഹാസ് ടെസ്റ്റിംഗ് ഫോർ റാപ്പിഡ് പ്ലാസ്മ റീജിയൻ അവൈലബിൾ, ദെൻ ടെസ്റ്റിംഗ് യൂസിങ് RPR, റാപ്പിഡ് പ്ലാസ്മ റീജിയൻ. അതായത് ഈ ഒരു POC എന്ന് പറയുന്നത് ചെയ്യുന്നത് നമുക്ക് RPR അവൈലബിൾ അല്ലാത്ത ഹോസ്പിറ്റലിലാണ് POC ചെയ്യുന്നത്. RPR അവൈലബിൾ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? RPR വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാം. Those with high risk of syphilis or with a history of adverse outcome in previous pregnancy to be screened again in the third trimester. അല്ലെ, സിഫിലിസ് ഉണ്ടാവാനുള്ള ഹൈ റിസ്കിലുള്ള ഒരു പ്രഗ്നന്റ് വുമൻ ആണ്, അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു ഹൈ റിസ്കിൽ നിൽക്കുന്ന പ്രഗ്നന്റ് വുമൻ ആണെങ്കിൽ നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിലും കൂടെ ഒന്ന് സ്ക്രീൻ ചെയ്യണം. കാരണം എന്താ, അപ്പൊ നമുക്ക് ഡെലിവറി ആവുമ്പോൾ നമുക്കൊരു പ്രിവെന്റീവ് മാനേജ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റിംഗ് ഓഫ് സ്പൗസ് ഇൻ സിഫിലിസ് പോസിറ്റീവ് വുമൺ ഈസ് ഇമ്പോർട്ടന്റ്. അല്ലെ, ഇപ്പൊ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലാത്തൊരു വുമൺ ആണ്, അവർക്ക് സിഫിലിസ് വന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഹസ്ബൻഡിനെയും കൂടെ നോക്കണം സിഫിലിസ് ഉണ്ടോ എന്ന്. ഓക്കെ, ആൻഡ് ദെൻ പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റേണൽ എന്തൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം? സിഫിലിസ് ഓൾസോ സിവിയർ അലർജി ടു പെനിസിലിൻ അല്ലെ, ഇപ്പൊ പെനിസിലിനോട് അലർജി ഒന്നും ഇല്ലെങ്കിൽ ദ പ്രൊവൈഡർ ഷുഡ് റൂൾ ഔട്ട് ഹിസ്റ്ററി ഓഫ് അലർജി ബിഫോർ അഡ്മിനിസ്ട്രിങ് പെനിസിലിൻ. കാരണം നമുക്കറിയാം സിഫിലിസിന് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പെനിസിലിൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെനിസിലിൻ കൊടുക്കുന്നതിന് മുമ്പ് പെനിസിലിനോട് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പെനിസിലിൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എമർജൻസി ഡ്രഗ്സ് ഫോർ മാനേജിങ് അനഫിലാക്സിസ് ഷുഡ് ബി കെപ്റ്റ് റീഡ് പ്രയർ ടു അഡ്മിനിസ്ട്രിങ് പെനിസിലിൻ. അല്ലെ, ആ ഒരു പെനിസിലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന നമ്മൾ പേഷ്യന്റിന്റെ ഹിസ്റ്ററി അന്വേഷിച്ചു, ഹിസ്റ്ററി നോക്കിയപ്പോ പേഷ്യന്റിന് ഡ്രഗ് അലർജി ഒന്നും ഇല്ല എന്ന് മനസ്സിലായി. അല്ലെ, എന്നിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പേഷ്യന്റിന് പെനിസിലിൻ കൊടുത്തു. പക്ഷേ പേഷ്യന്റ് എന്ത് പറ്റി? പേഷ്യന്റിന് ഒരു അനഫിലാക്റ്റിക് ഷോക്ക് വന്നു, അത് അലർജി ആയി. അല്ലെ, അപ്പൊ അങ്ങനെ അലർജി ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ആ ഒരു അനഫിലാക്റ്റിക് ഷോക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ അടുത്ത് വേണമെന്ന്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഈ ഒരു പെനിസിലിന് നമുക്ക് എങ്ങനൊരു അനഫിലാക്റ്റിക് ഷോക്ക് വന്നാൽ, അല്ലെ, അനഫിലാക്റ്റിസ് വന്നാൽ അല്ലെങ്കിൽ അലർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പിനെഫ്രിനും ആന്റിഹിസ്റ്റമിൻസും കോർട്ടിക്കോസ്റ്റീറോയിഡ്സും ഒക്കെ വെച്ചിട്ടാണ് സാധാരണ നമ്മളിത് മാനേജ് ചെയ്യാറ് ട്ടോ. എപ്പിനെഫ്രിൻ, ആന്റിഹിസ്റ്റമിൻസ് ആൻഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ വെച്ചിട്ടാണ് മാനേജ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത കണ്ടീഷൻ ആണ് ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ഏകദേശം ഹൈപ്പോതൈറോയിഡിസം എടുക്കുവാണെങ്കിൽ ഒരു പ്രഗ്നൻസി ഒരു 4.8 തുടങ്ങി 12% പ്രഗ്നന്റ് ലേഡീസിന് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അപ്പൊ എന്തൊക്കെ റിസ്കുകളാണ് ഒരു പ്രഗ്നൻസിയിൽ ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്നത്? മെറ്റേണൽ ആണെങ്കിൽ റിക്കറന്റ് പ്രഗ്നൻസി ലോസ്, അല്ലെ, അബോർഷൻസ് ഉണ്ടാവാം, മിസ്കാരേജ് ഉണ്ടാവാം, സ്റ്റിൽ ബർത്ത് ഉണ്ടാവാം, പ്രീ എക്ലാംഷ്യ ഉണ്ടാവാം, അതേപോലെ തന്നെ അപ്രപ്ഷ്യോ പ്ലസന്റ, അല്ലെ, പ്ലസന്റൽ അപ്രപ്ഷൻസ് ഉണ്ടാവാം. ഫീറ്റലാണെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻസ് ആൻഡ് പ്രീടൈം ഡെലിവറി ഉണ്ടാവാം. അപ്പൊ എന്തൊക്കെയാണ് ഒരു ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് അമ്മയിൽ ഉണ്ടാക്കുന്നത്? റിക്കറന്റ് അബോർഷൻസ് ഉണ്ടാവും, മിസ്കാരേജ്, റിക്കറന്റ് അബോർഷൻസ് അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവും, സ്റ്റിൽ ബർത്ത്, അല്ലെ, ദെൻ പ്രീ എക്ലാംഷ്യ, അപ്രപ്ഷ്യോ പ്ലസന്റ. ഫീറ്റലാണെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആൻഡ് പ്രീടൈം ഡെലിവറി. സ്ക്രീനിങ് ഫോർ ഹൈപ്പോതൈറോയിഡിസം, അല്ലെ, എന്തൊക്കെ ചെയ്യാം ഒരു ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്? റെസിഡിങ് ഇൻ ഏരിയ ഓഫ് നോൺ
മോഡറേറ്റ് ടു സിവിയർ അയഡിൻ ഇൻസഫിഷ്യൻസി അല്ലെ. ഒരു ഓർത്ത് നോക്കി, അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ പഠനങ്ങൾ തെളിയിച്ച ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക, അവിടെയുള്ള എല്ലാവർക്കും സിവിയർ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഹൈപ്പോതൈറോയിഡിസം നോക്കിക്കോണം. കാരണം എന്താ, അയഡിൻ എന്ന് പറയുന്നത് ഒരു അയഡിൻ ഡെഫിഷ്യൻസി ആണ് മെയിൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അയൺ ഡെഫിഷ്യൻസി ആണ് മെയിൻ അല്ലെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തോ ഒബേസിറ്റി ഉണ്ടെങ്കിൽ, ഇവർക്ക് കാണുമ്പോൾ ഒബേസിറ്റി ആണെങ്കിൽ അതെന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ഹൈപ്പോതൈറോയിഡിസം ആയിരിക്കും. അപ്പൊ ഒബേസിറ്റി ഉള്ള ഒരു പേഷ്യന്റ് നമ്മൾ സ്ക്രീൻ ചെയ്യണം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹിസ്റ്ററി ഓഫ് പ്രയർ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഗോയിറ്റ് അല്ലെ, ആദ്യം ഈ പ്രഗ്നന്റ് ആവണതിന് മുമ്പ് ഇവർ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഗോയിറ്റ് ഹിസ്റ്ററി ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീൻ ചെയ്യണം. ഹിസ്റ്ററി ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ഇൻ ഫാമിലി, പ്രീവിയസ് ബർത്ത്, അല്ലെങ്കിൽ പ്രീവിയസ് ബർത്തിൽ ഒരു മെന്റൽ റിട്ടാർഡേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്ത് ഒരു മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ലേഡിയുടെ എന്ത് നോക്കണം? തൈറോയിഡ് ഹോർമോൺ നോക്കണം. കാരണം തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ക്ലാസ്സിലൊക്കെ, തൈറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന അല്ലെ, മെന്റലി ആൻഡ് ഫിസിക്കലി ബാധിക്കുന്ന ഒരു ഹോർമോൺ ആണ്. ആൻഡ് ദെൻ ഹിസ്റ്ററി ഓഫ് റിക്കറന്റ് മിസ്കാരേജ്, സ്റ്റിൽ ബർത്ത്, പ്രീ ടേം ഡെലിവറി, ഇൻട്രായൂട്രൈൻ ഡെത്ത്, അപ്രപ്ഷ്യോ പ്ലസന്റ, ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇത്രയും കാര്യങ്ങളുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ തൈറോയിഡ് തീർച്ചയായിട്ടും സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയായിരുന്നു? റിസൈഡിങ് ഇൻ ഏരിയ ഓഫ് നോൺ മോഡറേറ്റ് ടു സിവിയർ അയഡിൻ ഇൻസഫിഷ്യൻസി അല്ലെ, അയഡിൻ ഇൻസഫിഷ്യൻസി ഉള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒബേസിറ്റി ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ നേരത്തെ ഉണ്ടായ ഒരാളാണ്, ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ MR ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവരാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇവരുടെ തന്നെ ആദ്യത്തെ ഡെലിവറി ഒരു MR കുട്ടിയാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് റിക്കറന്റ് മിസ്കാരേജസ് ഉണ്ട്, അതും അല്ലെങ്കിൽ IUD-യോ അപ്രപ്ഷ്യോ പ്ലസന്റയോ സ്റ്റിൽ ബർത്തോ പ്രീടേം ഡെലിവറിയോ ഒക്കെ ഒരു ഹിസ്റ്ററി ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളാണ്. ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? തൈറോയിഡ് സ്ക്രീൻ ചെയ്യും. ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഇൻ പ്രഗ്നൻസി. അപ്പൊ ഒരു പ്രഗ്നൻസിയിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, പ്രഗ്നൻസിയിലെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ് ഞാൻ പറയുന്നത്. തൈറോയിഡ് ഹോർമോണിന്റെ പ്രഗ്നൻസിയിലെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എഴുതി വെച്ചേക്കണം. Thyroid stimulating hormone or TSH levels during pregnancy are lower as compared to TSH level in a non-pregnant state. അല്ലെ, ഒരു നോൺ പ്രഗ്നന്റ് വുമനെ എടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ കുറവായിരിക്കും. Pregnancy specific and trimester specific reference level for TSH. ഓരോ പ്രഗ്നൻസിക്ക് അനുസരിച്ച് വേണ്ട TSH-ന്റെ ലെവലാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. TSH ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണെങ്കിൽ 0.1 തുടങ്ങി 2.5 MIU per ലിറ്റർ ആണ് വേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വേണ്ടത് 0.1 0.1 to 2.5 MIU per ലിറ്റർ ആണ് വേണ്ടത്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ 0.2 to 3 MIU per ലിറ്റർ ആണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ 0.2 to 3 MIU per ലിറ്റർ ആണ്. തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ 0.3 to 3 MIU per ലിറ്റർ ആണ് വേണ്ടത് അല്ലെ. ഓക്കെ. ആൻഡ് ദെൻ ഇൻ പ്രഗ്നൻസി subclinical hypothyroidism is defined as serum TSH between 2.5 and 10 MIU per liter. അതായത് ഓർത്തേക്ക്, നിങ്ങൾക്ക് അറിയാലോ TSH എന്താ പിള്ളേരെ? TSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അല്ലെ. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നിട്ട് തൈറോയിഡിനോട് പറഞ്ഞാലാണ് തൈറോയിഡിന്റെ T3 T4 ഉൽപ്പാദിപ്പിക്കുള്ളൂ. ഓക്കെ. അല്ല, കാരണം ചിലർക്ക് ചിലപ്പോ തോന്നുവേ TSH ഹൈ ആയിട്ട് എന്തുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം വന്നു. എന്തുകൊണ്ടാ? TSH എത്ര പോയി പറഞ്ഞിട്ടും തൈറോയിഡ് T3 T4 ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മുടെ പിറ്റ്യൂട്ടറിയുടെ വിചാരം പോവും, ഓ അപ്പൊ ഞാന് TSH കുറച്ച് ഉൽപ്പാദിപ്പിച്ചത് കൊണ്ടാണ് തൈറോയിഡ് പറഞ്ഞാൽ കേൾക്കാത്ത. എന്നാൽ TSH ഒരുപാട് അങ്ങ് ഉൽപ്പാദിപ്പിക്കാം, TSH ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ TSH ഇങ്ങനെ ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. TSH ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഹോർമോൺ? ഇല്ല. സോ സബ്ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോ മീൻസ് കുറവ്, ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം അപ്പൊ എന്തുണ്ടാവുന്നു? TSH ഹൈ ആയിരിക്കും, പക്ഷെ T3 T4 കുറവായിരിക്കും. ഓക്കെ. അപ്പൊ ഈ TSH എത്രയായിരിക്കണം? ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മള് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞത് എത്ര വേണം? 2.5 and 10 MIU per liter with normal FT4 concentration.
ചില കേസസിൽ എന്തുണ്ടാവുന്നു, T4 കോൺസെൻട്രേഷൻ നോർമൽ ആയിരിക്കും. പക്ഷെ കാരണം അത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണ്, സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണ് അല്ലെ, സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. അതുകൊണ്ട് T4 ചിലപ്പോ നോർമൽ ആയിരിക്കും, പക്ഷെ TSH വളരെ ഹൈ ആയിരിക്കും. Then overt hypothyroidism is defined as serum TSH greater than 2.5 to 3 MIU per liter with low FT4 അല്ലെ. പക്ഷെ T4 എന്ന് പറയുന്നത് തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, T4 എന്ന് പറയുന്നത് ലോ ആയിരിക്കും. പക്ഷെ TSH എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2.5 to 3 MIU per liter ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് overt hyperthyroidism. overt hypothyroidism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TSH is greater than 2.5 to 3 MIU per liter and the T4 is in low levels. Okay, and TSH greater than 10 MIU per liter irrespective of T4 and OH, overt hypothyroidism. Okay. അപ്പൊ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ പ്രഗ്നൻസിയിൽ എന്തൊക്കെയായിരുന്നു? TSH എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു നോൺ പ്രഗ്നന്റ് വുമനിനെക്കാട്ടിലും കുറവായിരിക്കും പ്രഗ്നന്റ് സ്റ്റേറ്റിലെ ഓരോ ട്രൈമസ്റ്ററിൽ വേണ്ടതെന്ന് പറയണം. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ 0.1 തുടങ്ങി 2.5 MIU per liter ആണ് വേണ്ടത്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 0.2 തുടങ്ങി 3 MIU per liter ആണ് വേണ്ടത്. തേർഡ് ട്രൈമസ്റ്ററിൽ 0.3 തുടങ്ങി 3 MIU per liter ആണ് വേണ്ടത്. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിലാണെങ്കിൽ T4 കോൺസെൻട്രേഷൻ നോർമൽ ആയിരിക്കും, പക്ഷെ TSH എന്ന് പറയുന്നത് 2.5 തുടങ്ങി 10 MIU per liter വരെ പോകാം. ഓവേർട്ട് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ TSH എന്ന് പറയുന്നത് 2.5 to 3 MIU per literലും അതുപോലെ തന്നെ T4 വളരെ കുറവും ആയിരിക്കും. ഓക്കെ. And then management of hypothyroidism. എങ്ങനെ നമുക്ക് hypothyroidism മാനേജ് ചെയ്യാം? ലിവോതൈറോക്സിൻ സോഡിയം കൊടുക്കാം അല്ലെ, ലിവോതൈറോക്സിൻ സോഡിയം കൊടുക്കാം. ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അതാണ്, തൈറോക്സിൻ സോഡിയം ആണ്, ലിവോതൈറോക്സിൻ സോഡിയം ആണ് നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ടു ബി ടേക്കൻ എംപ്റ്റി സ്റ്റൊമക്ക്, മോർണിംഗിൽ അതിരാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. Once treatment is started, TSH levels to be repeated after 6 weeks of starting date of treatment. അല്ലെ, ഒരു കറക്റ്റ് 6 മാസം അല്ലെ, 6 മാസമല്ലേ പറഞ്ഞത്. Once treatment started, TSH level to be repeated after 6 weeks. അതെ, കറക്റ്റ് 6 ആഴ്ച കഴിയുമ്പോ, എത്ര കറക്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അത് വെച്ചിട്ട് 6 ആഴ്ച കഴിയുമ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്യണം, TSH ലെവല് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരുന്നു? ലിവോതൈറോക്സിൻ സോഡിയം ആണ്. അത് അക്കോർഡിംഗ് ടു പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡിസത്തിന് അനുസരിച്ച് ലിവോതൈറോക്സിൻ സോഡിയം നമ്മൾ കൊടുക്കും. അത് മോർണിംഗ് ടാബ്ലറ്റ് ആണ് കൊടുക്കേണ്ടത്, വെറും വയറ്റിലാണ് കൊടുക്കേണ്ടത്. And then gestational diabetes mellitus. Gestational diabetic mellitus ഏകദേശം ഒരു 10 മുതൽ 14.3% അമ്മമാർക്കും gestational diabetes mellitus കാണാറുണ്ട്. Universal testing for GDM based on DIPSI guidelines, national guidelines for diagnosis and management of gestational diabetes mellitus. Okay. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗൈഡ്ലൈൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ഒരു GDM കൊണ്ട് പ്രഗ്നൻസിയിൽ എന്തൊക്കെ റിസ്ക് വരുന്നുണ്ട് നോക്കാം. മെറ്റേണൽ ആണെങ്കിൽ പോളിഹൈഡ്രാമിയോസ്, പ്രൊലോങ്ഡ് ലാബ്, ഒബ്സ്ട്രക്റ്റഡ് ലാബ്, പ്രീ എക്ലാംഷ്യ, സി സെക്ഷൻ, യൂട്രൈൻ അറ്റോണി, PPH ഇൻഫെക്ഷൻ അല്ലെ. ആൻഡ് ദെൻ ഫീറ്റൽ ആണെങ്കിൽ സ്പോണ്ടേനിയസ് അബോർഷൻ, ഇൻട്രായൂട്രൈൻ ഡെത്ത്, സ്റ്റിൽ ബർത്ത്, കൺജനിറ്റൽ മാൽഫോർമേഷൻസ്, ബർത്ത് ഇഞ്ചുറീസ്, നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ എന്തൊക്കെ പ്രഗ്നൻസിയിൽ എന്തൊക്കെ വരാം? മെറ്റേണലും ഉണ്ട്, ഫീറ്റലും ഉണ്ട്. മെറ്റേണൽ ആണെങ്കിൽ പോളിഹൈഡ്രാമിയോസ്, പ്രൊലോങ്ഡ് ലാബ്, ഒബ്സ്ട്രക്റ്റഡ് ലാബ്, പ്രീ എക്ലാംഷ്യ, സി സെക്ഷൻ ആവാം, യൂട്രൈൻ. കാരണം കുട്ടി വലിയ കൊച്ചായി കഴിയുമ്പോൾ കാരണം ഒരു GDM ഒരു കോംപ്ലിക്കേഷൻ ആണ്, കുട്ടി അങ്ങ് വലിയ ഹ്യൂജ് ആയിപ്പോ. അപ്പൊ സി സെക്ഷൻ ചെയ്യാണ്ട് എടുക്കാൻ പറ്റില്ല. യൂട്രൈൻ അറ്റോണി, PPH ഇൻഫെക്ഷൻ, fetal spontaneous abortion, IUD, stillbirth, congenital malformations, birth injuries, neonatal hypoglycemia. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് ഗൈഡ് ലൈൻസിന്റെ കാര്യം, ഞാൻ ആ ഒരു ഡയബറ്റിസ് മെലിറ്റസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എന്തൊക്കെ പ്രോട്ടോകോൾ ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ നോക്കാം. Testing for GDM is recommended twice during antenatal
ക്ലിനിക് അല്ലെ. 2 വട്ടം നമ്മൾ GDM ഉണ്ടോ നമ്മൾ ഒരു ആന്റിനേറ്റൽ പീരീഡ് ചെക്ക് ചെയ്യും. ദ ഫസ്റ്റ് ടെസ്റ്റിംഗ് ഷുഡ് ബി ഡൺ ഡ്യൂറിംഗ് ഫസ്റ്റ് ആന്റിനേറ്റൽ കോൺടാക്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഇൻ പ്രഗ്നൻസി. അതായത് ഒരു പ്രഗ്നൻസി ഒരുപാട് അങ്ങ് പോകുന്നതിന് മുമ്പ് എപ്പോഴാണ് പ്രഗ്നൻസി കണ്ടുപിടിച്ചത് അതിന്റെ ആ ഒരു ടൈമിൽ തന്നെ ഏർലി ആസ് പോസിബിൾ നമ്മൾ ഫസ്റ്റ് GDM ഉണ്ടോ നോക്കും. ദ സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 24 to 28 weeks ഓഫ് പ്രഗ്നൻസിയിലാണ് സെക്കൻഡ് GDM ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് വരുന്നത്. There should be at least 4 weeks gap between two tests. 2 ടെസ്റ്റുകൾ തമ്മിൽ 4 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് വേണം. The test is to be conducted for all pregnant women even if she comes late in pregnancy for antenatal clinic at the time of first contact. അതായത് ഒരു ഫസ്റ്റ് GDM ടെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടാണ് അവർ വന്നതെങ്കിലും നമ്മൾ 2 തവണ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, ഈ ഒരു GDM നമ്മൾ ടെസ്റ്റ് ചെയ്യും. If she present beyond 28 weeks of pregnancy, only one test is to be done at the first point of contact. അല്ലെ, അപ്പൊ 28 ആഴ്ചക്ക് ശേഷമാണ് ഈ ലേഡി വരണമെങ്കിൽ നമ്മൾ ആകെ ഒരു ടെസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദെൻ നാഷണൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓഫ് GDM. എങ്ങനെ GDM മാനേജ്മെന്റ് ചെയ്യാം? നാഷണൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രഗ്നന്റ് വുമൻ വിത്ത് GDM ആണെങ്കിൽ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി അല്ലെ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ആദ്യം പറയും. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി, ന്യൂട്രീഷണൽ ഡയറ്റ് കൺട്രോളും പറയും, അവരോട് ഫിസിക്കൽ എക്സസൈസ് എടുക്കാൻ പറയും. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആഫ്റ്റർ 2 weeks 2 ആഴ്ചക്ക് ശേഷം ഇത് എഴുതിയെടുക്കണേ, 2 ആഴ്ചക്ക് ശേഷം നമ്മൾ 2 hour PPBS ചെയ്യും അല്ലെ, പോസ്റ്റ് പ്രാഡിയൽ ബ്ലഡ് ഷുഗർ നമ്മൾ ചെക്ക് ചെയ്യും. ഈ പോസ്റ്റ് പ്രാഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ലെസ് ദാൻ 120 mg/dl ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി തന്നെ അവരോട് പറയും. ലെസ് ദാൻ 120 ആണല്ലോ, അപ്പൊ അവരോട് പറയും നിങ്ങൾ ന്യൂട്രീഷൻ തന്നെ, നിങ്ങൾ ഡയറ്റ് തന്നെ കൺട്രോൾ ചെയ്യുക, എക്സസൈസും ആവശ്യമുള്ളൂ, കാരണം നിങ്ങളുടെ ഷുഗർ നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പക്ഷെ സെക്കൻഡ് അവർ PPBS എടുത്തു കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120 mg/dl ആണെങ്കിൽ അവരോട് നമ്മൾ പറയും സ്റ്റാർട്ട് ഓറൽ ആന്റി ഡയബറ്റിക്. കാരണം നമ്മൾ 2 ആഴ്ച നമ്മൾ ഇവരുടെ വെയിറ്റ് ചെയ്തതാണ് അല്ലെ, 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഇവർ കുറയുന്നില്ലെങ്കിൽ ആന്റി ഡയബറ്റിക് എടുക്കാൻ പറയും. മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഇൻസുലിൻ തെറാപ്പിയാണ് കോമൺ ആയിട്ട് പറയാറ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഇവരോട് എന്ത് മറ്റേ നോർമൽ ആയിട്ട് ബ്ലഡ് ഷുഗർ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് നമ്മൾ പറയും എന്ത്, നിങ്ങൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ഡയറ്റും അതെല്ലാം ഫിസിക്കൽ എക്സസൈസും ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ ഫോളോ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? PPBS അല്ലെ, വീണ്ടും നമ്മൾ PPBS എടുത്തു നോക്കും. എന്തെങ്കിലും ഹൈ റിസ്ക് ഉണ്ടോ, പേഷ്യന്റ് ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മാസത്തിന് ശേഷം. ഇവിടെ പേഷ്യന്റ് നമ്മൾ എന്ത് അങ്ങ് ആകാശത്താണ്, ഷുഗർ ആയതുകൊണ്ട് നമ്മൾ ആന്റി ഡയബറ്റിക് തെറാപ്പി ഒക്കെ തുടങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആന്റി ഡയബറ്റിക് തെറാപ്പി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ സെക്കൻഡ് അവേർലി പോസ്റ്റ് പാരന്റിയൽ ബ്ലഡ് ഷുഗറും എവറി 3rd day അവരോട് നോക്കാൻ പറയും. മോർ ഫ്രീക്വൻലി ഫോർ ഇൻസുലിൻ ആൻഡ് ബൈ വീക്ക്ലി ഫോർ മെറ്റ്ഫോമിൻ ഡോസ് അല്ലെ. അതായത് കാരണം ഈ പേഷ്യന്റ് ഇൻസുലിനും മെറ്റ്ഫോമിനും എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരോട് തന്നെ പറയും എന്ത് ഡെയിലി എടുക്കണം. ഓക്കെ, എന്നിട്ട് ഡെയിലി എടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സെയിം ഡോസിൽ തന്നെ ഇവർ പോവുകയാണെങ്കിൽ പേഷ്യന്റിന് അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നന്റ് വുമന് ഹൈപ്പോയിൽ പോവും അല്ലെ. ആൻഡ് ദെൻ ആസ് പെർ ഹൈ റിസ്ക് പ്രഗ്നൻസി പ്രോട്ടോകോൾ ഓർ ആസ് റെക്കമെൻഡഡ് ബൈ ഫിസിഷ്യൻ അല്ലെ. നമ്മുടെ പ്രോട്ടോകോൾ ഇതാണ്, പ്രോട്ടോകോൾ അനുസരിച്ചോ അല്ലെങ്കിൽ ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്നതനുസരിച്ചോ നമുക്കിത് ചെയ്യാം. അപ്പൊ എന്തായിരുന്നു മാനേജ്മെന്റ് ഓഫ് പ്രഗ്നന്റ് വുമൻ? എങ്ങനെയായിരുന്നു നാഷണൽ ഗൈഡ് ലൈൻസ്? എന്തൊക്കെയായിരുന്നു? പ്രഗ്നന്റ് വുമൻ ആണ് GDM ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറയും, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് മാനേജ് ചെയ്യാൻ പറയും. എന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ അവരോട് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ചെയ്യാൻ പറയും. അപ്പൊ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് 120 mg/dl കുറവായിരുന്നു. അപ്പൊ അവരോട് പറയും നമ്മൾ ഇത് തന്നെ, നിങ്ങൾ ഡയറ്റും എക്സസൈസും തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ, ഏകദേശം 1 മാസം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ പോസ്റ്റ് പാരന്റിയൽ ബ്ലഡ് ഷുഗർ
ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരണം എന്ന് പറയും. പക്ഷെ ചില ആൾക്കാർക്ക് ഈ ഒരു ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 120 mg/dl ആയിരിക്കും. അപ്പൊ അവരോട് നമ്മൾ പറയും ആന്റി ഡയബറ്റിക് മെഡിസിൻസ് മെറ്റ്ഫോമിനോ അല്ലെങ്കിൽ ഇൻസുലിനോ എടുക്കാൻ പറയും അവരോട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരോട് ഡെയിലി FBS അല്ലെങ്കിൽ പോസ്റ്റ് പാരന്റൽ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യാൻ പറയും. കാരണം ഈ ഇവര് കഴിക്കുന്ന മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ കുത്തുന്ന ഇൻസുലിൻ തെറാപ്പി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാനേജ് ചെയ്യാം, ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം, അവയർനെസ് ക്ലാസ്സസ് കൊടുക്കാം, ന്യൂട്രീഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഡയറ്റ് കൊടുക്കാം, അല്ലെ ഗ്ലൈസിമിക് മോണിറ്ററിങ് നമ്മൾ പറഞ്ഞായിരുന്നു. പേഷ്യന്റ് ഹൈപ്പോയിൽ പോകുന്നുണ്ടോ ഹൈപ്പറിൽ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൈസിമിക് മോണിറ്ററിങ് നമ്മൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, റാൻഡം ബ്ലഡ് ഷുഗർ ചെയ്യുക, അതും അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ കൊണ്ട് ബ്ലഡ് ഷുഗർ ചെയ്യുക. ആൻഡ് ദെൻ ഫാർമക്കോളജിക്കൽ തെറാപ്പി മെറ്റ്ഫോമിനോ ഇൻസുലിനോ തുടങ്ങാം. ആൻഡ് ദെൻ ഫീറ്റൽ മോണിറ്ററിങ് അൾട്രാസൗണ്ട് ചെയ്ത് കുട്ടി ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താം. പ്ലാനിങ് ഓൺ ഡെലിവറി, കുഴപ്പമില്ല പേഷ്യന്റ് ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെയാണ്, കുഴപ്പമില്ല ആണെങ്കിൽ ഡെലിവറിക്ക് പ്ലാൻ ചെയ്യാം. ആൻഡ് ദെൻ പ്രീ കൺസെപ്ഷൻ കെയർ ആൻഡ് കൗൺസിലിംഗ്. ഓക്കെ, എന്തൊക്കെ പ്രീ കൺസെപ്ഷൻ കെയർ ഉണ്ട്? കാരണം ഇതിപ്പോ ഈ ഒരു ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്യാവശ്യത്തിലധികം ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത് കേട്ടോ. അതൊക്കെ എഴുതിയെടുക്കണേ. പ്രീ കൺസെപ്ഷൻ കെയർ ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് women with the history of GDM to be counseled about body mass index and plasma glucose estimation before next pregnancy. അപ്പൊ ഇവർക്ക് ആദ്യത്തെ കുട്ടിയിൽ ഇവർക്ക് GDM ഉള്ള ഒരു പ്രഗ്നന്റ് വുമൺ ആയിരുന്നെങ്കിൽ അവരോട് പറയണം നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങളുടെ വെയിറ്റ് ഒക്കെ ആഡിക്വേറ്റ് ആയിട്ട് മതി, നിങ്ങളുടെ ഗ്ലൂക്കോസും വെയിറ്റും നിങ്ങളുടെ ബ്ലഡ് ഷുഗറും ഗ്ലൂക്കോസും ആഡിക്വേറ്റ് ആയിട്ട് നോർമൽ ആയിട്ട് മതി അടുത്ത പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യണമെന്ന് പറയാം. ഡിസൈഡ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 100 mg/dl ആണ് വേണ്ടത്. 2 hour PPBG എന്ന് പറയുന്നത് ലെസ് ദാൻ 140 mg/dl ആണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ appropriate antihypertensive to be started if needed. ചിലർക്ക് നമുക്കറിയാം ചിലർക്ക് ഈ ഒരു ഷുഗറിന്റെ കൂടെ പ്രഷറും കൂടെ കൂടി വരും, അല്ലെ? ഷുഗറിന്റെ കൂടെ പ്രഷറും കൂടെ കൂടി വരും. അപ്പൊ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻസ് എടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ പേഷ്യന്റിന് ഗൈനക്കോളജിസ്റ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പേഷ്യന്റ് ഒരു ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്, പക്ഷെ പീരീഡ്സ് മിസ്സായി അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? All pregnant women with GDM should get medical nutrition therapy. അല്ലെ, അവരുടെ ഇനി ഓൾറെഡി അവർക്ക് ഡയബറ്റീസ് ആണ്, അപ്പൊ കണ്ടതൊന്നും വലിച്ചു വാരി തിന്നരുത്. അവരെന്ത് ചെയ്യണം, ഈ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യണം, അല്ലെ? ആൻഡ് ദെൻ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി ഫോർ GDM primarily involves carbohydrate controlled balanced meal plan ആയിരിക്കും, അല്ലെ? കാർബോഹൈഡ്രേറ്റ് അത്രയും കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ദെൻ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ ഫോർ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ഹെൽത്ത്. കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്താലും ഒരു ഫീറ്റൽ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനും ഒരു അമ്മയ്ക്കും വേണ്ട മാക്സിമം ന്യൂട്രീഷൻ എത്തണം. അഡിക്വേറ്റ് എനർജി ഫോർ അപ്രോപ്രിയേറ്റ് ജസ്റ്റേഷണൽ വെയിറ്റ് ഗെയിൻ. കാരണം അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കണം. കാരണം എന്താ, അപ്രോപ്രിയേറ്റ് വെയിറ്റ് ഗെയിനും അതേപോലെ തന്നെ പേഷ്യന്റിന് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും. അല്ലെങ്കിൽ പേഷ്യന്റ് ഹൈപ്പോയിൽ പോകും, അല്ലെങ്കിൽ പേഷ്യന്റ് ഹൈപ്പറിൽ പോകും. ആൻഡ് ദെൻ എന്തൊക്കെ സ്പെഷ്യൽ ഒബ്സ്റ്ററ്റിക്കൽ കെയർ കൊടുക്കാം GDMന്റെ സമയത്ത്? ഇൻ കേസസ് ഡയഗ്നോസ്ഡ് ബിഫോർ 20 weeks of pregnancy, a fetal anatomical survey by USG should be performed at 18 to 20 weeks, അല്ലെ? അതായത് നമ്മൾ 20 ആഴ്ചക്ക് മുമ്പ് പേഷ്യന്റിന് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 20 ആഴ്ചക്ക് മുമ്പ് നമ്മൾ പേഷ്യന്റ് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫീറ്റൽ അനാറ്റമിക്കൽ സർവേ അല്ലെങ്കിൽ ആ ഒരു USG എടുക്കണം. അതായത് 18 അല്ലെങ്കിൽ 20 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ കുട്ടീനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു USG എടുക്കണം. And then for all pregnancies with GDM, a fetal growth scan should be performed, അല്ലെ? എന്നിട്ട് കുട്ടിയുടെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട് 28നും 30ഉം ആഴ്ചയ്ക്ക് ഇടയിൽ നമ്മൾ ഒരു ഫീറ്റൽ സ്കാൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് 34നും 36 ആഴ്ചയ്ക്ക് ഇടയിൽ വീണ്ടും സ്കാൻ ചെയ്യും. ഓക്കെ, there should be at least 3 weeks gap between the two ultrasound. 2 അൾട്രാസൗണ്ടുകൾ തമ്മിൽ കുറഞ്ഞത് 3 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് വേണം. It should be include fetal biometry and amniotic fluid estimation. ഇതിൽ കുട്ടിയുടെ വളർച്ചയും കുട്ടിയുടെ വെയിറ്റ് ഇതൊക്കെ വേണം, കൂടാതെ amniotic fluid എത്രത്തോളം ഉണ്ടെന്നും അറിയണം. Women with GDM in whom
home blood glucose level, അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു GDM ഉള്ള പേഷ്യന്റ് അവരുടെ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയിരിക്കണം അല്ലെ. ഹൂം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് കൺട്രോൾഡ് ആൻഡ് ദർ ആർ നോ കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഷുഡ് ഗോ ഫോർ റുട്ടീൻ ആന്റിനേറ്റൽ കെയർ ആസ് പെർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഗൈഡ് ലൈൻസ്. അതായത് ഈ ഒരു ഡയബറ്റീസ് മെലിറ്റസിന് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെ അവര് ആന്റിനേറ്റൽ വിസിറ്റ് നടത്തണം. കൂടാതെ ഈ GDM ഉള്ള ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് വെൽ കൺട്രോൾഡ് ആയിരിക്കണം, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവരുത്. ഓക്കെ. ആൻഡ് ദെൻ in women with GDM having uncontrolled blood glucose level or any other complications of pregnancy, the frequency of antenatal visit should be increased. അല്ലെ, പേഷ്യന്റ് GDM ഉണ്ട്, അത് മാത്രല്ല GDM ഉണ്ടെങ്കിലും ആ ബ്ലഡ് ഗ്ലൂക്കോസ് അൺകൺട്രോൾഡ് ആണ്, കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആന്റിനേറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് 4 എണ്ണത്തിൽ നിൽക്കരുത്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ആന്റിനേറ്റൽ വിസിറ്റ് വേണം. അതായത് അറ്റ്ലീസ്റ്റ് എവറി 2 weeks in second trimester and every week in third trimester. അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ 2 ആഴ്ച കൂടുമ്പോ മോണിറ്റർ ചെയ്യണം. തേർഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? എവറി വീക്ക് മോണിറ്റർ ചെയ്യണം. ഓക്കെ. ആൻഡ് ദെൻ ഫീറ്റൽ സർവേലൻസ് ഇൻ GDM. ഇനി GDM-ൽ എങ്ങനെ ഫീറ്റൽ സർവേലൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫീറ്റൽ ഹാർട്ട് ഷുഡ് ബി മോണിറ്റേർഡ് ബൈ ഓസ്കുൾട്ടേഷൻ ഓൺ ഈച്ച് ആന്റിനേറ്റൽ വിസിറ്റ്. അല്ലെ, ഓരോ ആന്റിനേറ്റൽ വിസിറ്റിലും കുട്ടിയുടെ ഹാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓസ്കുൾട്ടേറ്റ് ചെയ്യണം. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ, ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പ്രഗ്നന്റ് വുമൻ ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഡെയിലി ഫീറ്റൽ ആക്ടിവിറ്റി. അല്ലെ, എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഡെയിലി എങ്ങനെ കൊച്ചിന്റെ അനക്കം നോക്കുന്നത് എങ്ങനെയാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ മധുരം കഴിച്ചതിന് ശേഷം ഇടത്തോട്ട് ചെരിഞ്ഞു കിടന്ന് ഫീറ്റൽ ആക്ടിവിറ്റി നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. വൺസ് സിമ്പിൾ മെത്തേഡ് ഈസ് ടു ആസ്ക് ഹെർ ടു ലൈ ഡൗൺ ഓൺ ഹെർ സൈഡ്. അല്ലെ, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് എന്ത് ചെയ്യണം? ഒരു 10 മിനിറ്റിലേക്ക് കുട്ടിയുടെ അനക്കം നോക്കണം. If fetus does not kick 10 times within 2 hours, അല്ലെ 2 മണിക്കൂറിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 10 വട്ടെങ്കിലും കുട്ടി കിക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്തില്ല എങ്കിൽ നേരത്തെ കുട്ടി ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം. പ്രഗ്നൻസി വിത്ത് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ. അടുത്ത റിസ്ക് ആണ് എന്ത്? ഒരു പ്രീവിയസ് സിസേറിയൻ സെക്ഷന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരു രണ്ടാമത്തെ പ്രഗ്നൻസി വരുമ്പോൾ അത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. ഏകദേശം 15% പ്രഗ്നൻസീസും ഈ ഒരു സിസേറിയൻ സെക്ഷൻ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും സിസേറിയൻ സെക്ഷൻ ആണ് പോകുന്നത്. അല്ലെ, nearly 10% of the total delivery cases may requires cesarean sectionന്റെ ആവശ്യം വരാറുണ്ട്. അല്ലെ, സെക്കൻഡ് സിസേറിയൻ സെക്ഷന്റെ ആവശ്യം വരാറുണ്ട്. ആൻഡ് ദെൻ past 35 years the rate of cesarean section has steadily increased. അല്ലെ, ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു കാലഘട്ടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസേറിയൻ സെക്ഷന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോർമൽ ഡെലിവറി എല്ലാവർക്കും പേടിയാണ്. അല്ലെ. ആൻഡ് ദെൻ അപ്പൊ ഇനി ഈ ഒരു ഏർലി സിസേറിയൻ സെക്ഷൻ കൊണ്ട് ഈ ഒരു പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ കൊണ്ട് ആ ഒരു അടുത്ത ഡെലിവറിക്ക് എന്തൊക്കെ റിസ്ക് വരാം നോക്കാം. ഇംപെൻഡിങ് ഓർ യൂട്രൈൻ റപ്ചർ. അല്ലെ, ഒരു സ്കാർ അവിടെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോ യൂട്രൈൻ റപ്ചർ ആവാം. ഈ ഒരു അടുത്ത കുട്ടികൾ എന്ന് പറയുന്നത് ട്വിൻസ് ആണെങ്കിൽ യൂട്രൈൻ റപ്ചർ ഉണ്ടാവാൻ വളരെ സാധ്യതയാണ്. കാരണം ഇത് ഓൾറെഡി ഒരു മുറിവ് കിടക്കുകയാണ്. പ്ലാസന്റ പ്രീവിയ ഞാൻ പറഞ്ഞായിരുന്നു, ആ സ്കാറിന്റെ അവിടേക്ക് പ്ലാസന്റ വന്നിട്ട് ആ ഒരു ഇംപ്ലാന്റ് നടക്കുകയും പ്ലാസന്റ അവിടെ വളരുകയും ചെയ്യാം. ആൻഡ് ദെൻ ഓർ അക്രീറ്റ വിത്ത് അക്കമ്പനിങ് ഹെമറേജ്. അല്ലെ, അതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാം, പിന്നെ അത് ഹെമറേജിലേക്കും പോവാം. ബ്ലാഡർ ഡിസ്കംഫേർട്ട് വരാം. ഇൻസിഡന്റൽ മോർബിഡിറ്റി ക്യാൻ ഒക്കോർ ഡ്യൂറിംഗ് പ്രഗ്നൻസി. അല്ലെ, വേണമെങ്കിൽ മരണം വരേക്കും സംഭവിക്കാം, അല്ലെങ്കിൽ ലാബറിൽ എന്തെങ്കിലും സംഭവിക്കാം. അല്ലെ, അപ്പൊ റിപ്പീറ്റ് സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ കൊള്ളില്ല. അല്ലെ. ആൻഡ് റിസ്ക് ടു ഫീറ്റസ് ഇൻക്ലൂഡ് ഫീറ്റസിന് എന്തൊക്കെ റിസ്കുകൾ വരാം? പ്രീടേം ഡെലിവറി ആവാം, ലോ ബർത്ത് വെയിറ്റ് ആവാം. And then operative complications with repeat CS. അല്ലെ, എന്തൊക്കെ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് വരാം? ഈ ഒരു സിസേറിയൻ സെക്ഷൻ കൊണ്ട് എന്തൊക്കെ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് വരാം? ഓപ്പറേറ്റീവ് ഇന്റർഫിയറൻസ്. അല്ലെ, ഒരു ഓപ്പറേഷനെ തന്നെ അത് ഇന്റർഫിയർ ചെയ്യാം, കാരണം ഒരു പ്രീവിയസ് സ്കാർ കിടക്കുന്നത് കൊണ്ട്. There are more technical difficulties and the increased chance of injury to the surrounding structure during repeat section. അല്ലെ, നമ്മൾ റിപ്പീറ്റ് ആദ്യത്തെ ഡെലിവറി സിസേറിയൻ സെക്ഷൻ, രണ്ടാമത്തെ ഡെലിവറി സിസേറിയൻ സെക്ഷൻ, മൂന്നാമത്തെ ഡെലിവറി സിസേറിയൻ സെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അടുത്തുള്ള ആ ഒരു സ്ട്രക്ചേഴ്സിന് അല്ലെങ്കിൽ യൂട്രസിന്റെ അടുത്തോട് കിടക്കുന്ന സ്ട്രക്ചേഴ്സിനൊക്കെ ഇഞ്ചുറിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഡിഫിക്കൽട്ടി ഇൻ സ്റ്റിച്ചിങ്
the uterine incision due to extreme thinning and post-operative complications are likely to be increased. അല്ലെ? അപ്പൊ ഇത് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പാടുണ്ടാവും. കാരണം എന്താ? അടുപ്പിച്ച് 2 സ്കാർ കിടക്കുന്നത് കൊണ്ട്. Intra-uterine growth retardation. അടുത്ത കോംപ്ലിക്കേഷൻ ആണ് intra-uterine growth retardation. It is referred to be birth weight below the 10th percentile for the gestational age caused by fetal, maternal or placental factors. നമ്മൾ പറഞ്ഞായിരുന്നു എന്ത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബർത്ത് വെയിറ്റ് ഏകദേശം ആ കുട്ടിക്ക് വേണ്ടതിനെക്കാട്ടിലും 10% ആ ഒരു ജസ്റ്റേഷണൽ ഏജിനെക്കാട്ടിലും വേണ്ടതിനെക്കാട്ടിലും കുറയുന്നതിനെയാണ് നമ്മൾ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ദ ഫീറ്റസ് ഈസ് ഹെൽത്തി, പക്ഷെ ഫീറ്റസ് ഹെൽത്തി ആയിരിക്കും, പക്ഷെ കുട്ടി എന്ന് പറയുന്നത് ചെറുതായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഏജിന് വേണ്ട ആ ഒരു വലിപ്പം കുട്ടിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇറ്റിയോളജി എന്തൊക്കെയാണ് ഈ ഒരു ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷനുള്ള കാരണങ്ങള്? പ്രീ എക്ലാംഷ്യ ആവാം, അല്ലെ? ദെൻ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിക് മെലിറ്റസ് ആവാം, പ്ലാസന്റ പ്രിവ്രി ആവാം, പ്രീ പ്രഗ്നൻസി വെയിറ്റ് ഓഫ് ലെസ് താൻ 50 കിലോഗ്രാം ആവാം, അല്ലെ? അമ്മയുടെ വെയിറ്റ് ലെസ് താൻ 50 കിലോഗ്രാം ഉള്ള ഒരു അമ്മയാണ് പ്രഗ്നന്റ് ആയെങ്കിൽ കുട്ടിക്ക് AUGR ആവാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പെർട്ടിക്കുലർലി പ്രോട്ടീൻ ഇൻടേക്ക്, അല്ലെ? പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് വൈറ്റമിൻ ആണ്, അല്ലെ? പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് സെൽസും ടിഷ്യൂസും ഒക്കെ ബിൽഡ് ചെയ്യുള്ളൂ. ആൻഡ് ദെൻ ഡയഗ്നോസിസ്, എങ്ങനെ നമുക്ക് IUGR ഡയഗ്നോസ് ചെയ്യാം? ആക്യുറേറ്റ് അസസ്മെന്റ് ഓഫ് ജസ്റ്റേഷണൽ ഏജ് ഈസ് ക്രിട്ടിക്കൽ ഇൻ ഡയഗ്നോസിസ് ഓഫ് IUGR. ആദ്യം നമുക്ക് ജസ്റ്റേഷണൽ ഏജ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, കാരണം ആ ജസ്റ്റേഷണൽ ഏജിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ആക്യുറേറ്റ് അസസ്മെന്റ് ഓഫ് ജസ്റ്റേഷണൽ ഏജ് ഈസ് important. Then clinical assessment of fetal growth is done by maternal weight gain and SFH, അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ക്ലിനിക് അസസ്മെന്റ് ഫീറ്റൽ ഗ്രോത്ത് നമ്മൾ അസസ് ചെയ്യണം മെറ്റൽ വെയിറ്റും അതുപോലെ തന്നെ SFH ഒക്കെ വെച്ചിട്ട്. SFH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഫിസിയോ ഫണ്ടൽ ഹൈറ്റ് ആണ്, അതായത് സിംഫൈസിസ് പ്യൂബിസ് തുടങ്ങി കുട്ടിയുടെ വളർച്ച കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? യൂട്രസിന്റെ ഫണ്ടൽ ഹൈറ്റ് എടുക്കും, സിംഫൈസിസ് പ്യൂബിസ് തുടങ്ങി. അപ്പൊ നമുക്ക് ഫണ്ടൽ ഹൈറ്റ് എടുക്കുമ്പോൾ കുട്ടി ജസ്റ്റേഷണൽ ഏജിനനുസരിച്ച് അഡിക്വേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും, അല്ലെ? ആൻഡ് ദെൻ ആഫ്റ്റർ 20 വീക്സ് ഇറ്റ് ഈസ് വീക്സ് ഓഫ് ജസ്റ്റേഷൻ പ്ലസ് ഓർ മൈനസ് 2 സെന്റിമീറ്റർ. ഒരു 20 ആഴ്ചക്ക് ശേഷം ഒരു വീക്സ് ഓഫ് ജസ്റ്റേഷൻ, അതായത് ഇപ്പൊ 20 ആഴ്ച 22 ആഴ്ചയുണ്ടെന്ന് വിചാരിക്കാം, പ്രഗ്നൻസി 22 ആഴ്ചയുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 കൂടാം അല്ലെങ്കിൽ 2 കുറയാം. അങ്ങനെയാണ് ശരിക്കും ആ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടൽ ഹൈറ്റ് വേണ്ടത്. IUGR is suspected if the fundal height is less than 3 centimeter. ഒന്ന് ഓർത്ത് നോക്കിയേ, 2 കുറയാനേ പാടുള്ളൂ, കുറഞ്ഞാൽ 2 കുറയാൻ പാടുള്ളൂ, കൂടിയാൽ 2 കൂടാൻ പാടുള്ളൂ. അപ്പൊ അത് 3 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് IUGR ഉണ്ട് പേഷ്യന്റിന്. മെറ്റേണൽ വെയിറ്റ് ഗെയിൻ ലെസ് ദാൻ 500 grams per week, അല്ലെ? ഒരാഴ്ചയിൽ 500 gram എങ്കിലും വേണം. അത് 500 ഗ്രാമിനേക്കാൾ കുറവാണ് മെറ്റേണൽ വെയിറ്റ് ഗെയിൻ എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് IUGR ആണ്. സ്ക്രീനിങ് ഫോർ സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്, അല്ലെ? ആ ഒരു കുട്ടി ചെറുതാണോ നോക്കാനുള്ള സ്ക്രീനിങ് നമ്മൾ ചെയ്യും. അസസ്മെന്റ് ഓഫ് ഫീറ്റൽ വെൽബീയിങ് ബൈ ക്ലിനിക്കൽ USG പാരാമീറ്റേഴ്സ്. എന്തൊക്കെ ചെയ്യാം? ഡെയിലി ഫീറ്റൽ മൂവ്മെന്റ് എടുക്കാം, സീരിയൽ ഓഫ് നമ്മൾ പറഞ്ഞായിരുന്നു SFH എടുക്കാം, ആൻഡ് അബ്ഡോമിനൽ ഗർത്ത് മെഷർമെന്റ് ചെയ്യാം, നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാം, ബയോഫിസിക്കൽ പ്രൊഫൈൽ നോക്കാം, അല്ലെ? ആൻഡ് ദെൻ നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മൾ പറഞ്ഞായിരുന്നു ഡൺ ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 to 4 months ഓഫ് പ്രഗ്നൻസി. ലാസ്റ്റത്തെ അതായത് 7ാമത്തെയോ അല്ലെങ്കിൽ 8ാമത്തെയോ മാസമൊക്കെയാണ് ഈ ഒരു നോൺ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 9ാമത്തെ മാസമൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഏകദേശം 20 മിനിറ്റ് തുടങ്ങി 1 മണിക്കൂറോളം എടുക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാ? ആ കൊച്ചിന്റെ ഒരു ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തൊക്കെ മാനേജ് ചെയ്യാം? ദ ഗൈഡ് ലൈൻസ് ഓഫ് ദി റോയൽ കോളേജ് ആൻഡ് ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജിയുടെ അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ ഒരു കൊച്ച് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആന്റിനേറ്റൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ അവർക്ക് കൊടുക്കും. ആന്റിനേറ്റൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അല്ലെ? ഈ ഒരു ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് 35 അല്ലെങ്കിൽ 36 വീക്സ് ആയിട്ടുള്ള ഒരു മദർ ആണ്, അവരുടെ കുട്ടി എന്ന് പറയുന്നത് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ആണെങ്കിൽ നമ്മൾ മദറിന് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. അതുപോലെ തന്നെ അംബിലിക്കൽ ആർട്ടറി ഡോപ്ലർ ഷുഡ് ബി
എന്ത് ചെയ്യും? ഷുഡ് ബി ദ പ്രൈമറി സർവൈലൻസ് ടൂൾ ഇൻ ദ SGA fetus as this has shown to reduce perinatal morbidity and mortality. അല്ലെ? നമ്മൾ പറഞ്ഞായിരുന്നു അംബ്ലിക്കൽ ഡോപ്ലർ വെച്ചിട്ട് നമ്മൾ നോക്കും, സർവൈലൻസ് നമ്മൾ നോക്കും. എന്തിനു വേണ്ടിയിട്ടാ? പെരിനേറ്റൽ ആയിട്ടാണെങ്കിലും അതേപോലെ തന്നെ പെരിനേറ്റീവ് മോർട്ടാലിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ മോർബിഡിറ്റി അല്ലെ ഡിസീസ് കണ്ടീഷനും അതുപോലെ തന്നെ മരണ നിരക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോപ്ലർ വെച്ചിട്ട് ആ ഒരു സർവൈലൻസ് എന്തൊക്കെ ഉണ്ട് നമ്മൾ നോക്കും. റിപ്പീറ്റഡ് സർവൈലൻസ് ഓഫ് റിപ്പീറ്റഡ് ഡോപ്ലർ വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രീവിയസ് ഡോപ്ലർ ഇൻ ദെൻ പ്രീവിയസ് ഡോപ്ലറിന്റെ റിസൾട്ട് വെച്ചിട്ട് റിപ്പീറ്റ് ഡോപ്ലർ നമ്മൾ ചെയ്ത് നോക്കും. ഇനി എങ്ങനെ IUGR പ്രിവെന്റ് ചെയ്യാം? ന്യൂട്രീഷണൽ എൻറിച്ച്മെന്റ് അല്ലെ, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ആ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി നമുക്ക് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പേഷ്യന്റിന് വെയിറ്റ് ആഡിക്വേറ്റ് അല്ല അല്ലെങ്കിൽ പേഷ്യന്റ് എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ഒന്ന് ഡിലേ ചെയ്യുക. ആൻഡ് ദെൻ ട്രീറ്റിംഗ് ക്രോണിക് ഡിസീസ് ആൻഡ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രോണിക് ഡിസീസോ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. വെൽ ബാലൻസ്ഡ് പ്രോട്ടീൻ അല്ലെ ഡയറ്റ് എടുക്കുക ആൻഡ് ദെൻ പ്രോട്ടീൻ സപ്ലിമെന്റേഷൻ കൊടുക്കുക. ഇന്റർമിറ്റന്റ് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യന്റിന് പ്രിവെന്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത് മാനേജ് ചെയ്യാം. മൾട്ടിപ്പിൾ മൈക്രോ ന്യൂട്രിയന്റ് സപ്ലിമെന്റേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രിവെന്റിങ് IUGR എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? പ്രോപ്പർ മെറ്റേണൽ ന്യൂട്രീഷൻ വഴി അല്ലെ, പ്രോപ്പർ മെറ്റേണൽ ന്യൂട്രീഷൻ വഴി. ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിസ്ട്രിക്ഷൻ ഈസ് ഡയഗ്നോസ്ഡ് വെൻ ഫീറ്റൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെസ് ദാൻ 10th പെർസെന്റൈലിനെക്കാട്ടിലും കുറവാണെങ്കിലാണ് നമ്മൾ IUGR ആയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുള്ളൂ. വിച്ച് ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ജെസ്റ്റേഷണൽ ഡയബറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോംപ്ലിക്കേഷൻ എന്താണ്? മാക്രോസോമി. ഞാൻ പറഞ്ഞായിരുന്നു കുട്ടി വളരെ വലിയ സൈസിലേക്ക് ആവും. യൂണിവേഴ്സൽ സ്ക്രീനിങ് ഫോർ GDM എങ്ങനെയാണ്? ട്വൈസ് ഡ്യൂറിങ് പ്രഗ്നൻസി അല്ലെ, 2 വട്ടം നമ്മൾ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഒരു വട്ടം ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, രണ്ടാമതും നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. Gestational diabetes mellitus is diagnosed based on എങ്ങനെയാ? ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ജെസ്റ്റേഷൻ ഡയബറ്റിക് മെലിറ്റസ് കണ്ടുപിടിക്കുന്നത്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.